ഗവൺമെന്റും ഹൈക്കോടതിയും രണ്ട് ഭാഗത്തല്ല, ഒരേ കാഴ്ചപ്പാടേ ഉള്ളൂ. ഇതൊരു കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തവര് നിയമത്തിന്റെ കരങ്ങളിൽ എത്തിപ്പെടും. ആവശ്യമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം. വന്നിടത്തോളം ബോർഡിനെ സംബന്ധിച്ചൊരു പരാമർശം വന്നിട്ടില്ല. അപ്പൊ ഇതെല്ലാം അറിയാവുന്ന സർക്കാരിലെ ബന്ധപ്പെട്ടവർക്കും ദേവസ്വം ബോർഡിന്റെ ബന്ധപ്പെട്ടവർക്കും എല്ലാം ഉള്ള കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞ ഒരാഴ്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് ബഹുമാനപ്പെട്ട കോടതി അടിവരയിട്ടിരിക്കുന്നത്. ഒരാളെ ഒഴിവാക്കാതെ അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിൽക്കാൻ കൂട്ടുനിന്നവരെല്ലാവരും നിയമത്തിന്റെ മുന്നിൽ വരണം. കോടതി പറയുന്നു, ദ്വാരപാലക ശില്പങ്ങളിലാണ് തുടങ്ങിയത്. പക്ഷേ വാതിലുകളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും വെളിവാക്കപ്പെട്ടു. മോഷണം, കുറ്റകരമായ ക്രമക്കേട്, വിശ്വാസ ലംഘനം, 3 കുറ്റങ്ങളിലും കൃത്യമായ അന്വേഷണം വേണ്ടതുണ്ട്. ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചകളും അന്വേഷിക്കേണ്ടതുണ്ട്. മഞ്ഞുമലയുടെ അറ്റം എന്ന് സാധാരണ പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരൊറ്റ മാസത്തിനുള്ളിൽ നമ്മുടെ കൺമുന്നിൽ അത് സംഭവിക്കുന്നത് നമ്മൾ കാണുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം വാർത്ത വായിക്കുന്നതിനിടെയാണ് ഈ പറയുന്നത് പോലെ 2025 ഏറ്റവും അവസാനം ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് കോടതിയുടെ അറിവോടുകൂടിയല്ല എന്ന ഒരു വാർത്ത വരികയും അതുമായി ബന്ധപ്പെട്ട് കോടതി ഒരു അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നു എന്ന വാർത്ത വരികയും ചെയ്തത്. പിന്നീട് സംഭവിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. പിന്നീട് സംഭവിക്കുന്നത് 2019 നടന്ന ദ്വാരപാലക ശില്പങ്ങളുടെ പാളിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ പുറത്തു വരുന്നു. 2019 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടന്ന വാതിലുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്വർണത്തിൽ കണ്ണുവെച്ചൊരു വലിയ മാഫിയ സംഘം നടത്തിയ അട്ടിമറികളുടെ യഥാർത്ഥത്തിൽ കളവിന്റെ, ഇന്ന് കോടതി ഉത്തരവിൽ തന്നെ കോടതി ടെഫ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കളവിന്റെ, കട്ടുകൊണ്ടുപോയതിന്റെ കൃത്യമായ ചിത്രം നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ട ദിവസങ്ങളാണ് ഈ കടന്നുപോയത്. ശ്രീ ജെക്സി തോമസ് CPM-ൽ നിന്ന്, അഡ്വക്കേറ്റ് ശാങ്കുട്ടി ദാസ് BJP-യിൽ നിന്ന്, അഡ്വക്കേറ്റ് അബിൻ വർക്കി കോൺഗ്രസിൽ നിന്ന്, ശ്രീ രാഹുൽ ഈശ്വർ നിരീക്ഷകൻ എന്നിവരാണ് നമ്മളോടൊപ്പം തത്സമയം ചേരുന്നത്. അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് അനന്തകൃഷ്ണൻ, മാതൃഭൂമിയുടെ പ്രതിനിധി, നമ്മളോടൊപ്പം തത്സമയം ന്യൂസ് സ്റ്റുഡിയോയിൽ നിന്ന് ചേരുകയാണ്. അനന്തൻ, ഒരു വാർത്ത നമ്മുടെ മുന്നിൽ, ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ പോരാ അല്ലെ, ദീർഘകാലങ്ങളായി നമ്മൾ കാണാതെ ഇരുന്ന കാര്യങ്ങളെല്ലാം കൃത്യമാണ്, എല്ലാം സുതാര്യമാണ്, എല്ലാം ഒരു ഇരുമ്പ് പെട്ടിക്കുള്ളിൽ എന്നതുപോലെ സുരക്ഷിതമാണ് എന്ന ഉറപ്പിൽ നിന്നാണ് ഇത്ര വലിയ ക്രമക്കേടുകളുടെ ഒരു ചരിത്രം നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടു വന്നത്. നമുക്ക് മാതൃഭൂമി പത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ 99 മുതൽ ഇങ്ങോട്ട് നടന്ന കാര്യങ്ങളുടെ വിവരങ്ങളടക്കം പിന്നീട് അത് വിജിലൻസ് നമ്മളിൽ നിന്ന് ശേഖരിക്കുന്ന സാഹചര്യം വന്നു. ഈ കോടതി വിധി ഇങ്ങനെ കൃത്യമായ ഒരു അന്വേഷണത്തിന് ഡയറക്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം അതിൽ പങ്കുവഹിക്കാൻ ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്? വലിയ ഒരു പങ്ക് മാതൃഭൂമി ഇതിനകത്ത് വഹിച്ചിട്ടുണ്ട്. കാരണം ഇത് 30-ാം തീയതി കരൂർ അപകടമുണ്ടാകുന്ന ദിവസമാണ്. നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, അതുവരെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുമൊക്കെയുള്ള നടപടികൾ നടക്കുമ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് എന്തോ സാങ്കേതികമായ മിസ്റ്റേക്കുകൾ സംഭവിച്ചു, അതിൽ ചില മിസ്അപ്രോപ്രിയേഷൻസ് ഉണ്ട് എന്നൊക്കെയുള്ള മട്ടിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ സാത്വികനായ ഒരു മനുഷ്യനായി ഇതിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്നു. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് കോടതിയിലൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു. അപ്പോഴാണ് ഈ കാണാനില്ലാതെ പോയ പീഠം തിരിച്ചു കിട്ടി എന്നുള്ള വാർത്ത നമ്മളെ തേടി വരുന്നത്. അത് വിജിലൻസ് കണ്ടെടുത്തു. അത് കണ്ടെടുത്തത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരയുടെ വീട്ടിൽ നിന്നാണ് എന്നുള്ള വാർത്തയാണ് നമ്മുടെ കയ്യിൽ ആദ്യം വരുന്നത്. അത് നമ്മൾ കരൂർ വിഷയം എന്ന് പറയുക അത്രയും വലിയൊരു അപകടത്തിൻ്റെ വാർത്തയിലാണ് ആ ദിവസം മുഴുവൻ നമ്മൾ നിൽക്കുന്നത്. എന്നിട്ട് പോലും നമ്മൾ ഉച്ചയ്ക്ക് 2 മണിക്ക് കരൂർ വാർത്ത മാറ്റിവെച്ചുകൊണ്ട് ഈ സുപ്രധാനമായ വാർത്ത കേരളത്തെ അറിയിക്കുകയാണ്. അതായത് കാണാതെ പോയ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു എന്നുള്ള വാർത്ത കേരളത്തെ അറിയിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ഇതിനകത്ത് മുഴുവൻ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു സംശയം തോന്നിയത്. പിന്നീട് നമ്മൾ ഇതിൻ്റെ രേഖകളൊക്കെ പരിശോധിക്കുമ്പോഴാണ് ഈ 2019 ജൂലൈയിൽ കൊണ്ടുപോയ കവചം സംബന്ധിച്ചുള്ള സംശയം ഉണ്ടാകുന്നത്. അതിൽ എനിക്ക് ഇപ്പോഴും നമ്മൾ എ ബി ടി എബ്രഹാമായിട്ട് നമ്മളിരുന്നു, പ്രശാന്തുമായിട്ടിരുന്നു. അപ്പം നമ്മളെല്ലാം അന്നേരമാണ് ആ ചെമ്പാണെന്നുള്ള രേഖ വരുന്നത്. അപ്പോഴാണ് ഇത് ചെമ്പാണോ എന്നുള്ള സംശയം ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഈ വിജയ് മല്യ അവിടെ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊക്കെ ശബരിമലയിൽ പോകുമ്പോൾ ആ ശ്രീകോവിലിന് ചുറ്റുമുള്ള സംഗതികളെല്ലാം വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതാണല്ലോ എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഓർമ്മയിലുള്ളത്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ മാതൃഭൂമി ആർക്കൈവ്സിൽ നിന്ന് പഴയ പത്രങ്ങൾ എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോഴും പ്രതിസന്ധി അന്ന് ഇത് 99-ലാണോ 98-ലാണോ ദിവസം രേഖകളിലൊക്കെ 99 സ്വർണം പൊതിഞ്ഞു. അതെ, അങ്ങനെ നമ്മൾ മുഴുവൻ പത്രങ്ങളും 98-ലും 99-ലും എടുത്ത് കുത്തിയിരുന്ന് പരിശോധിക്കുമ്പോഴാണ് 1998 സെപ്റ്റംബർ 4 മാതൃഭൂമി പത്രത്തിന്റെ 1-ാം പേജിൽ ഒരു ചിത്രം, ശ്രീകോവിൽ പൊതിഞ്ഞു എന്നുള്ള ചിത്രവും അതിനൊപ്പം ഒരു വാർത്തയുമുണ്ട്. ആ വാർത്തയിൽ എവിടെയൊക്കെയാണ് സ്വർണം പൊതിഞ്ഞതെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 ശില്പം ദ്വാരപാലക ശില്പം എന്നുമല്ല, 2 ദ്വാരപാലകന്മാർ എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത്
അവിടെ നടന്നിരിക്കുന്നത് ഗംഭീരമായ മോഷണം, അട്ടിമറി എല്ലാം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോഴും നമ്മൾ ഈ വാർത്തയാണ്, ഈ രേഖ വെച്ചിട്ട് നമ്മൾ വാർത്ത കൊടുക്കുന്നു. അപ്പോഴും ഈ രേഖയിലൊക്കെ ഒപ്പിട്ട ആൾക്കാരൊക്കെ പറയുന്നത് അത് ചെമ്പ് തന്നെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മളത് ചെമ്പല്ല എന്ന് തെളിയിക്കാൻ ചിത്രങ്ങൾ കൊടുത്തത് പല പല നാളുകളിൽ. അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 98 സെപ്റ്റംബറിൽ സ്വർണം പൊതിഞ്ഞ് സമർപ്പിക്കുന്നു. 98 നവംബറിലാണ്, അന്ന് വൃശ്ചിക മാസം 1-ാം തീയതി പിറ്റേന്നാണ്, 1-ാം തീയതി ഈ നട തുറക്കുന്നതിൻ്റെ ദിവസം. ആ ദിവസം വന്ന മാതൃഭൂമി പത്രത്തിൽ ശ്രീകോവിലിൻ്റെ മുഴുവൻ ദ്വാരപാലക ശില്പങ്ങളിൽ തനി തങ്കത്തിൽ പൊതിഞ്ഞ കവചങ്ങളുള്ള ചിത്രങ്ങളുണ്ടായിരുന്നു. അതടക്കം ഏറ്റവും ഒടുവിൽ 2019 മെയ് മാസം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ ചാരി നിൽക്കുന്ന ഒരു ദൃശ്യമുണ്ടായിരുന്നു മാതൃഭൂമി ന്യൂസിന്റെ പക്കൽ. ആ ദൃശ്യം വരെ കൊടുക്കുമ്പോഴും അതിലും ഒരു തനി തങ്കമായിട്ട് നിൽക്കുകയാണ്. ചെമ്പിന്റെ ഒരു അംശം പോലും അതിൽ കാണുന്നില്ല. ഇത് കഥയല്ല, ഇത് ചരിത്രമാണ്. പക്ഷേ ഒരു കഥ കൂടി ഉണ്ട് എന്നാണ് ഇത് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ സ്വർണം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത് തിരികെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അതിനെ അട്ടിമറിക്ക് നേതൃത്വം വഹിച്ച ആളുകൾക്ക് അസാധ്യമാണ്. നിലവിൽ അവർക്ക് എളുപ്പം ഇത് മോഷ്ടിച്ചു എന്ന് ഏൽക്കലാണോ? അതാണ് ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വരുമ്പോൾ ഞാനത് പരിശോധിക്കുകയായിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ദേവസ്വം വിജിലൻസിൻ്റെ ഇതുവരെയുള്ള പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്. അതിൽ എനിക്ക് തോന്നുന്നു പ്രധാനമായും അവർ ആശ്രയിച്ചിരിക്കുന്നത് പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയും കൂടിയാണ്. അപ്പോൾ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി അടിസ്ഥാനമാക്കി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഉദ്യോഗസ്ഥർക്ക് ഇത് സ്വർണം ചെമ്പാക്കുന്നതിൽ ത്വരയുണ്ടായിരുന്നു എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി എന്തോ ഒരു മിസ്അപ്രോപ്രിയേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. മറ്റൊന്ന്, ഈ സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ സമ്മതിക്കുകയാണ്, കട്ടളകളും ദ്വാരപാലക ശില്പങ്ങളിൽ ഞങ്ങൾ ഉരുക്കി സ്വർണം വേർതിരിച്ചെടുത്തു. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട്, എല്ലാ പൂശലെല്ലാം കഴിഞ്ഞിട്ട് 494 ഗ്രാം സ്വർണം കട്ടിയാക്കി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ആളുടെ കൽപ്പേഷിന്റെ കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം സമ്മതിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഇവരതൊന്നും സമ്മതിച്ചിരുന്നില്ല. മാതൃഭൂമി ന്യൂസിനോട് അടക്കം പറഞ്ഞത് വെറും കോപ്പർ പ്ലേറ്റുകളാണ് ഇവിടെ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അതേ ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ കാര്യം പറയുന്നത്. ഈ രണ്ടും ഉദ്യോഗസ്ഥർ വിശ്വസിച്ചിട്ടില്ല. ഇല്ല, മാത്രമല്ല 494 ഗ്രാം ഗോൾഡാണ് ഈ മൊത്തം പരിപാടി. അതായത് വാതിലും കട്ടളയും ദ്വാരപാലക ശില്പങ്ങളും എല്ലാം പൂശി കഴിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലാഭമായിട്ട് കിട്ടിയിരിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ട് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അന്നത്തെ സ്വർണ്ണവില ഇത് ഏതാണ്ട് 52-53 പവനാണ് ഇത് വരുന്നത്. അന്നത്തെ സ്വർണ്ണവില നോക്കുമ്പോൾ ഏതാണ്ട് 24 ലക്ഷം രൂപ മാത്രമേ ഇതിനകത്തുനിന്ന് ലാഭം നേടാൻ പറ്റൂ. അപ്പോൾ ഒരു 24 ലക്ഷം രൂപയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ സംഘവും കൂടി, ഉദ്യോഗസ്ഥരും എല്ലാം കൂടി ഇത്തരം രീതിയിൽ ഒരു അട്ടിമറി നടത്തുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒറിജിനൽ സാധനങ്ങളൊക്കെ മറ്റെവിടെയെങ്കിലും പോയിട്ട് പുതിയൊരു കഥയുമായി പങ്കജ് ഭണ്ഡാരിയൊക്കെ മൊഴി കൊടുക്കാൻ വന്നതാണോ? ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇത് ഇനി ഇതിൽ വലിയ അന്വേഷണത്തിനാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അന്നേരമാണ് ഇതിന്റെ ബാക്കി കഥകളൊക്കെ വരാനുള്ളത്. ശരി, വളരെയധികം നന്ദി. അനന്തകൃഷ്ണൻ തുടരണം. എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ എനിക്ക് വേണമെങ്കിൽ ഞാൻ അതിലേക്ക് വരികയും ചെയ്യാം. ശ്രീ ജെക്സി തോമസ്, ഇന്നിപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ബോർഡിനെതിരെ യാതൊരു വിധത്തിലുള്ള പരാമർശവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നടക്കം കോടതിയിൽ നിന്ന് പുറത്തു വന്ന വിധിയിൽ കൃത്യമായി അത് പറയുന്നുണ്ട്. അതായത് ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്, അതടക്കം അന്വേഷണത്തിന് വിധേയമാക്കണം എന്ന് കോടതി പറയുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു ഇനി ബോർഡിനെതിരെ പരാമർശം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 2019 ഇത്തരം അട്ടിമറികൾ ഉണ്ടായതിന്റെ ഉത്തരവാദിത്തം ബോർഡിന് ഏറ്റെടുക്കേണ്ടി വരും, ദേവസ്വത്തിന് ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ ഏകപക്ഷീയമായ ഒരു പ്രഖ്യാപനത്തിന് ഇതുവരെയുള്ള സംഭവവികാസങ്ങളിൽ സാധുതയുണ്ടെന്ന് തീർപ്പ് കൽപ്പിക്കാൻ നമുക്ക് കഴിയുമോ? ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതുപോലെ വ്യത്യസ്ത കാലയളവുകളിൽ ഇത്തരം സാധന സാമഗ്രികളുടെ ക്രയവിക്രയത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ദേവസ്വം വിജിലൻസിന്റെ കൂടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ആ പുറത്തേക്ക് വരുന്നതിൽ ഞാൻ മനസ്സിലാക്കുന്നു കോടതിയിൽ സംഭവിച്ചത് പൂർണ്ണമായും സമഗ്രമായും വായിച്ചു നോക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും മർമ്മപ്രധാനമായ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സംഭവവികാസങ്ങളിൽ ദേവസ്വം വിജിലൻസ് ഇതിനോടകം നടത്തിയ അന്വേഷണത്തിൽ ഇന്ന് കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ട്, അതിന്റെ തെളിവോടുകൂടെ ഇന്ന് പുറത്തു വന്നിട്ടുള്ള മാധ്യമ വാർത്തകൾ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഈ കാര്യങ്ങൾക്കകത്ത് ബോർഡിന്റെ തീരുമാനങ്ങൾക്കോ ബോർഡിന്റെ അറിവുകൾക്കോ ഘടകവിരുദ്ധമായി, അതിൽ നിന്ന് വ്യത്യസ്തമായി, സ്വാഭാവികമായി നമുക്ക് ഏവർക്കും അറിയാനുള്ള പോലെ തിരുവാഭരണ കമ്മീഷണർ, അതോടൊപ്പമുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ, ദേവസ്വം സെക്രട്ടറി, ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ അതിവിപുലമായ ഗൂഢാലോചനയും ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള മോഷണവുമാണ് ശബരിമലയിൽ 2019 നടത്തപ്പെട്ടത്. അതിന്റെ തുടർച്ചയിൽ ആ സംഭവവികാസങ്ങൾക്ക് പിന്നീട് നേതൃത്വമാകാൻ ശ്രമിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അപ്പോൾ അത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അതുവരെയുള്ള വിവരങ്ങൾ വസ്തുതാപൂർണ്ണമാണ്, സത്യസന്ധമാണ്. ഈ കാര്യങ്ങൾക്കകത്ത് ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ ഭരണസമിതി അംഗങ്ങൾ അവരെ നേരിട്ട് കുറ്റക്കാരായി വിധിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളതായി ആരോപിക്കാൻ കഴിയുന്ന ഗുരുതരമായ കൃത്യവിലോപം, അല്ലെങ്കിൽ ഈ സംഘടിത തസ്കര സംഘമായിട്ടുള്ള അമ്പലം വിഴുങ്ങികളെ സഹായിക്കാനുള്ള ബോധപൂർവമായ ശ്രമം, എന്തിനേയും സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തെളിവിന്റെ ലാഞ്ചന ഇതുവരെ പുറത്തു വന്നതായി അന്വേഷണ സംഘത്തിൽ നിന്നും ആ അന്വേഷണ സംഘത്തിന്റെ വിവരങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് കോടതി നടത്തിയിട്ടുള്ള വിമർശനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കോടതി നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ആ സമയത്തെ വകുപ്പ് മന്ത്രി, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള വകുപ്പ് മന്ത്രി, ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഇവരാകെ അങ്ങയുടേതടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെ കാണുമ്പോൾ അവരാകെ അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം പറയുന്നു, കേരളത്തിലെ സർക്കാർ എന്താഗ്രഹിച്ചോ ആ ആഗ്രഹത്തെ സന്തോഷത്തോടുകൂടെ വരവേൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്വീകാര്യയോഗ്യമാക്കാൻ കഴിയുന്ന പ്രസ്താവനകളും അഭിപ്രായ പ്രകടനങ്ങളുമാണ് ബഹുമാനപ്പെട്ട കോടതി സമക്ഷത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തവും സമഗ്രവുമായിട്ടുള്ള അന്വേഷണം SITയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കപ്പെടട്ടെ. ആ അന്വേഷണത്തിന്റെയും തെളിവെടുപ്പിന്റെയും ഒക്കെ ഭാഗമായിട്ട് തെറ്റിന്റെ ഒരു ലാഞ്ചന ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന അനുഭവം ഏത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്നും ഏത് നേതൃത്വത്തിന് നേരെയും ഉണ്ടാകട്ടെ. ആ ആളുകൾക്ക് നേരെ അതിശക്തമായ നടപടി സ്വീകരിക്കുകയും ഇനിയും ഇത്തരത്തിലൊന്ന് കേരളത്തിന്റെ ഒരു ആരാധനാലയങ്ങളിൽ സംഭവിക്കാൻ പാടില്ല എന്ന തരത്തിൽ സുശക്തമായ താക്കീത് നൽകുന്ന ഒരു അനുഭവമായി ഇത് മാറ്റി തീർക്കുകയും ചെയ്യും. അതാണ് ഈ കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ സമീപനം. 2 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ നിയമസഭയിൽ ബഹുമാനീയനായ ദേവസ്വം ബോർഡിന്റെ വകുപ്പ് മന്ത്രി തന്നെ സൂചിപ്പിച്ചൊരു വാചകമുണ്ട്. ആ വാചകം എന്താണ്? ശബരിമലയിൽ നിന്ന് ഒരു തരി കട്ടിട്ടുണ്ടെങ്കിൽ ആ കട്ട മുതൽ തിരികെ വെപ്പിക്കുമെന്ന് മാത്രമല്ല, ആ കട്ട സംഘത്തെ ഏത് ഉന്നതനായാലും ഏത് ചെറിയവനായാലും കേരളത്തിന്റെ ജയിലഴികൾക്കുള്ളിൽ ഉറപ്പായി കാരാഗ്രഹവാസം നമുക്ക് ഉറപ്പാക്കാൻ കഴിയുന്ന അനുഭവങ്ങളിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് മുമ്പോട്ടേക്ക് പോകും എന്നാണ് നമുക്ക് കാണാനും കേൾക്കാനും വേണ്ടി കഴിഞ്ഞത്. അതുകൊണ്ട് ഈ അവസരത്തിലും ഒരു സംശയവും വേണ്ട, ആ സമീപനമാണ് കേരളത്തിലെ ഗവൺമെന്റിനുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ അന്വേഷണം നടക്കുന്നു, തെളിവുകൾ അനുനിമിഷം പുറത്തേക്ക് വരുന്നു. സമഗ്രമായ നിലയിൽ തന്നെ കൂടുതൽ കുറ്റവാളികളിലേക്ക് ഗൂഢാലോചനയിൽ പങ്കുകൊണ്ട ഉന്നത പദവി അലങ്കരിക്കുന്ന കമ്മീഷണറും ദേവസ്വം സെക്രട്ടറിയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ നേർക്ക ബോർഡിനെ കബളിപ്പിച്ച് തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു, മിനിറ്റ്സിൽ കാര്യങ്ങൾ എഴുതി ചേർക്കാൻ ശ്രമിച്ചു. ഈ സംഘത്തിലേക്ക് ഇപ്പോൾ വിരൽ ചൂണ്ടാൻ കഴിയുന്ന അന്തരീക്ഷത്തിലേക്ക് എത്തി. അതുകൊണ്ട് ഒരു സംശയവും വേണ്ടതില്ല, ഈ കുറ്റവാളികൾ എല്ലാവരും തന്നെ, ഇതിൽ പ്രതി ചേർക്കപ്പെട്ടവർ എല്ലാവരും തന്നെ ഉറപ്പായും ഇതിന് മറുപടി പറയേണ്ടതായിട്ട് വരും, ഇതിന് വില കൊടുക്കേണ്ടതായിട്ട് വരും. ഈ സംഘടിത തസ്കര സംഘത്തെ മാതൃകയാക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലും കേരളത്തിലുണ്ടെങ്കിൽ അവർക്ക് ചരിത്രാതീത പാഠമായിട്ട് ഈ വിഷയം മാറുകയും ചെയ്യും. ഒരു സംശയവും വേണ്ട. ജയ്ക്ക്, ഞാൻ വളരെ ചെറിയൊരു കാര്യം ഡയറക്റ്റ് ചോദിക്കുകയാണ്. അങ്ങയുടെ ഞാൻ മറ്റൊരു അതിലേക്ക് പോകേണ്ടതാണ്. എന്നിരുന്നാൽ പോലും അങ്ങ് പറയുന്ന ഈ സംഘടിത തസ്കര സംഘത്തിന് ശബരിമലയിൽ കയറി വിളയാടാൻ കഴിഞ്ഞ സാഹചര്യം, ശബരിമലയിൽ അനധികൃതമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ സാഹചര്യം 2019 ഉണ്ടായതിന്റെ ഒരു ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പിനും ഇല്ല എന്നുള്ളതാണോ ഇടതുപക്ഷം കാണുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിമിതികളോടുകൂടെ ഞാൻ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച ദേവസ്വം മാനുവൽ, അതേപോലെ തന്നെ ഇതിന്റെ അടിസ്ഥാനപരമായ നിയമാവലികൾ, അതിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എന്താണ്? ഇപ്പോൾ തിരുവാഭരണം സംബന്ധിച്ചും ഇത്തരം സാധന സാമഗ്രികൾ സംബന്ധിച്ചും അതിന്റെ ക്രയവിക്രയം, ആ ക്രയവിക്രയത്തിൽ അതിന്റെ ഏറ്റവും ഉന്നതമായ ചുമതലയുള്ള ആളാരാണ്? അത് തിരുവാഭരണ കമ്മീഷണറാണ്. അയാളാണ് അതിന്റെ കസ്റ്റോഡിയൻ. നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ സംബന്ധിച്ച് പറയും, പഞ്ചായത്ത് സെക്രട്ടറിയാണ് പഞ്ചായത്തിന്റെ കസ്റ്റോഡിയൻ. ഇപ്പോൾ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി അല്ലെ, അദ്ദേഹത്തിന് കസ്റ്റോഡിയൻ ചുമതലയുള്ള വിവിധ ഭാഗങ്ങളുണ്ട്. അതേപോലെ ഈ കാര്യത്തിലെ ഏറ്റവും ഉന്നതമായ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് തിരുവാഭരണ കമ്മീഷനാണ്. അവിടെ 3 പേരുകൾ ഇതിനോടകം നമ്മുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയ ആഭിമുഖ്യവും അവരുടെ രാഷ്ട്രീയ വിധേയത്വവും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ ഏതു സംഘടനയുടെ തണലിലാണ് ദേവസ്വം ബോർഡിനും മറ്റുന്നതാധികാര കേന്ദ്രങ്ങളിലും കയറിപ്പറ്റിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രബലമായ ചോദ്യങ്ങളും വാദങ്ങളും സംശയങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിട്ടുള്ള ഇതിന്റെ കസ്റ്റോഡിയന്മാരിൽ ഒരാൾ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ INTUCയുടെ ജില്ലാ പ്രസിഡന്റാണ്, ഇല്ലേ? അപ്പോൾ എങ്ങനെ ഈ സംഘങ്ങൾ ഇവിടെ കയറി പറ്റി? എങ്ങനെ ഈ സംഘങ്ങൾക്ക് ദേവസ്വം ബോർഡിനെ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ശബരിമലയിൽ നിന്നും ഒരു മോഷണം നടത്താൻ കഴിയും വിധം ഒരു അന്തരീക്ഷം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? അതിനെയൊക്കെ സംബന്ധിച്ച്
പ്രബലമായ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെയുണ്ട്. അത് വേണമെങ്കിൽ രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്കും വിരൽ ചൂണ്ടാൻ കഴിയാൻ പോകുന്ന വിവരങ്ങളാണ്. അതുകൊണ്ട് തന്നെ സുശക്തമായ അന്വേഷണം നടക്കട്ടെ. പോറ്റിയെ വിശ്വസിച്ച് പോറ്റിയെ സംരക്ഷിക്കാൻ എത്തിയവരും പോറ്റി കട്ടുകൊണ്ട് പോയ മുതൽ പോറ്റിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടപ്പോൾ അതിൽ ആശങ്ക പൂണ്ടവരും ഒക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തെല്ലും സങ്കോചമില്ലാതെ പറയാൻ കഴിയുന്നു, ദേവസ്വം ബോർഡിന്റെ വകുപ്പ് മന്ത്രി ഇന്ന് വിശദീകരിച്ചതുപോലെ സർക്കാർ എന്താഗ്രഹിച്ചോ, സർക്കാർ ഏതു വിധത്തിൽ ഈ അന്വേഷണവും ഈ പ്രതികരണങ്ങളും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചോ അത് തന്നെയാണ് SIT-യിൽ നിന്ന് വിജിലൻസിൽ, ദേവസ്വം വിജിലൻസിൽ നിന്ന് ആ പരിശോധന നടത്തിയിട്ടുള്ള ഇന്നത്തെ ഹൈക്കോടതിയുടെ ബെഞ്ചിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ശക്തമായി ഇത്തരം കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകട്ടെ. രാഷ്ട്രീയ ഗൂഢാലോചനയടക്കം CPM ഇതിൽ സംശയിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 2019 പുറത്തിറങ്ങിയ 16/3/2019 പുറത്തിറങ്ങിയ മറ്റൊരു ഓർഡർ, അത് സൂചനാ റിപ്പോർട്ടുകൾ പരിഗണിച്ച് ശബരിമല ക്ഷേത്രനട തുറന്നിരിക്കുന്ന സമയത്ത് തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിലും ശ്രീ ജയശങ്കർ പത്മന്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലും ചുമതലയിലും നല്ല സ്വർണം ഉപയോഗിച്ച് യോഗദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം കെട്ടി പണി പൂർത്തീകരിച്ച് നൽകുന്നതിന് അനുവദിച്ച് ബോർഡ് ഉത്തരവാകുന്നു. സെക്രട്ടറിയാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. അതിന്റെ പകർപ്പ് തിരുവാഭരണം കമ്മീഷണർ ആറന്മുള, എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമല, പേഴ്സണൽ സെക്രട്ടറി ടു പ്രസിഡന്റ്, സെക്ഷൻ ഫയൽ ഓഫീസ് കോപ്പി. ഇങ്ങനെയാണ് അതിന്റെ പകർപ്പുകളൊക്കെ നൽകിയിരിക്കുന്നത്. നോക്കൂ, ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഈ പറയുന്ന ബോർഡും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ബോർഡ് പ്രസിഡന്റിന്റെ മകന് ജയശങ്കർ പത്മന്റെ, അദ്ദേഹത്തിന് ആ ദേവസ്വം ബോർഡുമായി ഒരു ബന്ധവുമില്ല കേട്ടോ. മർച്ചന്റ് നേവിയിലോ മറ്റോ ഓഫീസറാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലാണ് യോഗദണ്ഡും രുദ്രാക്ഷമാലയും ഒക്കെ സ്വർണം കെട്ടിച്ചു കൊടുക്കാൻ ഏൽപ്പിക്കുന്നത്. ബോർഡും ഈ പറയുന്ന ഉദ്യോഗസ്ഥരും തമ്മിൽ ബന്ധമില്ല. പക്ഷെ ബോർഡ് പ്രസിഡന്റിന്റെ മകനും ഈ പറയുന്ന ഉദ്യോഗസ്ഥർ ഒപ്പുവെക്കുന്ന ഫയലും ഉത്തരവും തമ്മിലൊക്കെ ബന്ധമുണ്ടാകുന്നുണ്ട്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഞാൻ പോയാലും, അബിൻ പോയാലും, ഈ ശങ്കുട്ടിദാസ് പോയാലും, രാഹുൽ ഈശ്വർ പോയാലും ഒക്കെ കിട്ടുമോ ഇങ്ങനെ? എനിക്കൊരു 2-3 കാര്യങ്ങളിൽ അതിൽ മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഒന്ന്, ജയ്ക്ക് ആ കോടതി വിധി ശരിയായവണ്ണം വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം കോടതി വിധി വായിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ജയ്ക്കിന് ഇപ്പോൾ ബോർഡിനെയും ദേവസ്വം കമ്മീഷണറെയും ഒക്കെ പറയേണ്ടി വരുമായിരുന്നു എന്നുള്ളത് ആദ്യത്തെ കോടതി വിധിയുടെ 3ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. എന്താണ് 3ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്? ഒന്ന്, 16/2/2019 എക്സിക്യൂട്ടീവ് ഓഫീസർ അവിടുത്തെ ഡോറ്, ഗോൾഡ് ക്ലാഡഡ് ഡോറ് മെയിൻ്റനൻസിന് വേണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ദേവസ്വം കമ്മീഷണർക്ക് ഒരു കത്ത് എഴുതിയുണ്ടായി. ദേവസ്വം കമ്മീഷണർ ആ കത്ത് വായിച്ച് തിരിച്ച് ഒരു കത്ത് കൊടുക്കുകയാണ്. ആ കത്ത് കൊടുക്കുന്നത് 6/3/2019 ആ 6/3/2019 കൊടുത്ത കത്തിലാണ് ആദ്യമായി ഈ ഗൂഢാലോചനയിൽ ആദ്യമായി ഗോൾഡ് ക്ലാഡഡ്, അതായത് സ്വർണം പൊതിഞ്ഞ വാതൽ എന്നതിന് പകരം കോപ്പർ പ്ലേറ്റ്, ചെമ്പ് തകിട് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. കോടതിയുടെ 3ാമത്തെ പാരഗ്രാഫിലെ ആദ്യത്തെ നിരീക്ഷണം തന്നെ ആദ്യത്തെ ഗൂഢാലോചന നടന്നത് 6/3/2019 അന്നത്തെ ദേവസ്വം കമ്മീഷണർ ഗോൾഡ് ക്ലാഡഡ് ഡോറ് അത് മെയിൻ്റനൻസിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു കൊടുത്ത ലെറ്ററിൽ കോപ്പർ പ്ലേറ്റ് എന്നാക്കി എന്നുള്ളതിലാണ് എന്ന് ഇന്ന് കോടതി വിധിയിൽ പറയുന്നുണ്ട്. ആരാണ് അന്നത്തെ ദേവസ്വം കമ്മീഷണർ? ആ ദേവസ്വം കമ്മീഷണറുടെ പേര് ജയ്ക്കിന്റെ പാർട്ടിയുടെ നേതാവായ N. വാസു എന്നാണ്. ഈ N. വാസു തന്നെയാണ് പിന്നീട് പത്മകുമാർ മാറിയപ്പോ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി മാറി CPM നേതാവായി അവിടെ ഭരിച്ചത് എന്ന് പറയുമ്പോൾ CPM-നും ദേവസ്വം ബോർഡിനും അതിനുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് ജെയ്ക് സി തോമസ് പറയണം. ഇനി 2, ദേവസ്വം ബോർഡിന് എന്താണ് അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം? ഈ കത്ത് 20/3/2019 ദേവസ്വം ബോർഡിന്റെ പരിഗണനയിൽ വന്നു. ആരുടെ ബോർഡ്? CPM-ന്റെ A. പത്മകുമാർ പ്രസിഡന്റായ ദേവസ്വം ബോർഡിന്റെ പരിഗണനയിൽ വന്നപ്പോ ദേവസ്വം ബോർഡ് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞ് ഒരു കത്ത് കൊടുത്തു. ആ കത്തിലും പറയുന്നത് ഗോൾഡ് ക്ലാഡഡ്, സ്വർണം പൊതിഞ്ഞ വാതിലുകൾ എന്നതിന് പകരം കോപ്പർ പ്ലേറ്റ് എന്നാണ്, ചെമ്പ് തകിട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ഗൂഢാലോചനയ്ക്ക് ആദ്യത്തെ ക്രമം പാലിച്ച് ചെയ്തു കൊടുത്തത് ദേവസ്വം കമ്മീഷണറും പിന്നീട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായ CPM നേതാവ് N. വാസുവും ദേവസ്വം ബോർഡ് A. പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് എന്നുള്ളത് ഇന്നത്തെ കോടതി വിധിയിൽ ഒരു സംശയലേശമന്യേ ഇല്ലാതെ സംശയത്തിന്റെ എല്ലാ ലാഞ്ചനയോടും കൂടി കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ CPM ആണ് ആദ്യത്തെ ഗൂഢാലോചന നടത്തിയത്, CPM-ന്റെ രാഷ്ട്രീയ നേതൃത്വമാണ് ആദ്യത്തെ ഗൂഢാലോചന നടത്തിയത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇനി 2ാമത്തെ കാര്യം, ഇവിടെ ജയ്ക്ക് ഏതോ INTUC നേതാവിന്റെ ഒക്കെ കാര്യം പറഞ്ഞു.
ഒന്ന് AKG സെന്ററിൽ നിന്ന് ക്യാപ്സ്യൂള് എടുത്ത് ഇവിടെ പരാമർശിക്കുമ്പോൾ ചുരുങ്ങിയ ലെവലിൽ അത് കൗണ്ടർ ചെക്ക് ചെയ്യാനുള്ള മാന്യതയെങ്കിലും കാണിക്കണം. ഒന്ന്, നിങ്ങൾ പരാമർശിക്കുന്ന പേര് ജി ബൈജു എന്ന് പറയുന്ന തിരുവാഭരണ കമ്മീഷണറുടെയാണ്. ജി ബൈജു അവിടെ തിരുവാഭരണ കമ്മീഷണർ ആവുന്നത് 2023 ആ ജി ബൈജുവിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് INTUC നേതാവാണെന്ന്. 2019 അവിടുത്തെ തിരുവാഭരണ കമ്മീഷണറുടെ പേര് KS ബൈജു എന്നാണ്. ഈ ബൈജു ഏതാ, ചക്ക ഏതാ, കൊക്കേതാണെന്ന് അറിയാതെ ക്യാപ്സ്യൂൾ എടുത്ത് വിഴുങ്ങുമ്പോൾ ജയിക്ക് അത് കൗണ്ടർ ചെക്ക് ചെയ്യാനുള്ള സാമാന്യ മാന്യത കാണിക്കണം എന്ന് രണ്ടാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, ഈ വിഷയത്തിൽ ഇന്ന് ദേവസ്വം വിജിലൻസ് അടക്കം ഇന്ന് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താ? ഇപ്പൊ നമുക്കറിയാം വിജയ് മല്യ കൊടുത്തത് 30 കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3700 പവനോളം സ്വർണമാണ് കൊടുത്തത്. അതിൽ ദ്വാരപാലക ശില്പത്തിൽ മാത്രം പൂശിയിരിക്കുന്നത് 1.5 കിലോ സ്വർണമാണ്. ഏതാണ്ട് 200 പവനോളം സ്വർണം പൂശിയിട്ടുണ്ട്. ഇന്നത്തെ വിധിന്യായത്തിൽ ഈ സ്മാർട്ട് സൊല്യൂഷൻസിന്റെ CEO നേരത്തെ പറഞ്ഞതനുസരിച്ച് അവരുടെ കയ്യിൽ കിട്ടിയത് പൂർണ്ണമായ ചെമ്പ് തകിടുകൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹം മൊഴി മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് അവിടെ നിന്ന് കിട്ടിയവയിൽ സ്വർണമുണ്ടായിരുന്നു, ആ സ്വർണം ഞങ്ങൾ ഉരുക്കി. ആ ഉരുക്കിയതിന്റെ കണക്കെന്താണ്? ഉരുക്കിയതിന്റെ കണക്ക് ബഹുരസമാണ്. ആ കണക്ക് പ്രകാരം 60 പവൻ സ്വർണം ഉണ്ണികൃഷ്ണ പോറ്റി അടിച്ചു മാറ്റി എന്നുള്ളതാണ് ഇന്ന് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. എന്റെ സംശയം ഇതാണ് മാധു, ഇതിനകത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംശയം എന്തായിരുന്നു? ബേസിക് സംശയം ദ്വാരപാലക ശില്പവും പീഠവും സന്നിധാനത്ത് നിന്ന് പോകുമ്പോ 42 കിലോയായിരുന്നു തൂക്കം. ദ്വാരപാലക ശില്പവും പീഠവും തിരിച്ചു വരുമ്പോ 38 കിലോയാണ് തൂക്കം. എന്ന് പറഞ്ഞാൽ 4 കിലോയുടെ തൂക്കത്തിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ 4 കിലോ എവിടെ പോയി? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സ്വർണം ഉരുക്കി എന്ന് പറയുന്നു. ദ്വാരപാലക ശില്പത്തിൽ നിന്ന് ഏതാണ്ട് 250 ഗ്രാം സ്വർണം മാത്രമാണ് കിട്ടിയത് എന്നാണ് ഈ സ്മാർട്ട് സൊല്യൂഷൻകാരൻ ഇന്ന് കൊടുത്തിരിക്കുന്ന മൊഴി. വ്യാജമാണ്. ഇൻവെസ്റ്റിഗേഷൻ ശേഷം നൽകിയിരിക്കുന്ന റിപ്പോർട്ടല്ല, മൊഴികളുടെ അടിസ്ഥാനത്തിൽ എത്തിയിരിക്കുന്ന നിഗമനങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അബിൻ പറഞ്ഞത് ശരിയാണ്. ഈ പറയുന്ന 4.5 കിലോയുടെ വ്യത്യാസം എന്ന് പറയുന്നത് കണ്ടെത്തേണ്ടതുണ്ട്. അത് ഇവരുടെ ഈ പറയുന്ന മാറ്റി പറയുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം എടുക്കേണ്ടതല്ല. ഇനിയിപ്പോൾ SIT അന്വേഷിക്കുമ്പോൾ ആധികാരികമായ വിവരം അതിൽ കിട്ടുകയും ചെയ്യും. ഞാൻ വരാം. ശ്രീ ശങ്കുട്ടിദാസ്, ഇത്ര പ്രകടമായി സാധാരണഗതിയിൽ ഒരു ആരോപണം മുന്നോട്ട് വരുമ്പോൾ കോടതി അത് അന്വേഷിച്ച് തെളിയിക്കുക എന്നുള്ളതാണ് പറയുക. ഇത് പക്ഷേ കോടതി അവിടെ കളവ് നടന്നിട്ടുണ്ട്, തെഫ്റ്റ് നടന്നിട്ടുണ്ട്, വിശ്വാസലംഘനം നടന്നിട്ടുണ്ട്, അവിടെ ഈ പറയുന്ന ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് എണ്ണി പറഞ്ഞ് ഇതിലൊക്കെ അന്വേഷണം വേണമെന്ന് പറയുകയാണ്. കോടതിക്ക് പൂർണ്ണമായും അവരുടെ മുന്നിൽ വന്ന മഹസർ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വിജിലൻസ് നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നിൽ വന്ന തെളിവുകളുടെ വിവരത്തിൽ നല്ല തെളിച്ചമുണ്ട്, അവിടെ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇനി ഇത് കണ്ടെത്തൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്ര പ്രകടമായി രാജ്യത്തെ നിയമ സംവിധാനം പറയുകയാണ് ശബരിമലയിൽ അട്ടിമറി നടന്നു കഴിഞ്ഞു എന്ന്. തീർച്ചയായിട്ടും അതെ. നോക്കൂ, ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു കോടതി നിരീക്ഷണം വന്നിട്ടും ഇപ്പോൾ എങ്ങനെയാണ് സർക്കാരിന് ബോർഡിനെ ന്യായീകരിക്കാനും ബോർഡിന്റെ ഭാഗത്ത് യാതൊരു ക്രമക്കേടും ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല എന്ന് പറയാനും സാധിക്കുന്നത് എന്നുള്ളത് അത്ഭുതകരമാണ്. ധാർമ്മികതയുടെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ ദേവസ്വം മന്ത്രി ഇന്ന് രാജിവെക്കുകയും ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം തന്നെ പിരിച്ചുവിടുകയാണ് വേണ്ടത്. കാരണം ദേവസ്വം ബോർഡിന്റെ നേരിട്ടുള്ള നേതൃത്വത്തിലും പങ്കാളിത്തത്തിലും നടന്നിട്ടുള്ള ഒരു വലിയ സ്വർണ്ണ കവർച്ചയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടലുകൊണ്ട് പുറത്തു വന്നിട്ടുള്ളത്. ഇവിടെ ശ്രീ ജെയ്സി തോമസ് സംസാരിക്കുമ്പോൾ പറയുന്നത് ദേവസ്വം വിജിലൻസിന്റെ എന്തോ കണ്ടുപിടുത്തമായിട്ട് അത് വന്നു എന്നുള്ളതാണ്. ഒന്നാമത് ഈ ദേവസ്വം വിജിലൻസ് എന്നുള്ള പ്രയോഗം തന്നെ ശരിയല്ല. അങ്ങനെയല്ല ഓഫീസിന്റെ പേര്. അദ്ദേഹത്തിന്റെ പേര് ചീഫ് വിജിലൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നുള്ളതാണ്. ആ ചീഫ് വിജിലൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും സമാനമായിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളുടെയും എല്ലാം വിജിലൻസ് പരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അത് കേരള പോലീസിൽ സൂപ്രണ്ടന്റിന്റെ റാങ്കുള്ള SP റാങ്കുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അല്ലാതെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ദേവസ്വം ബോർഡിന്റെ ഒരു ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങൾ ദിവസമായി ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് ഇത്. ആദ്യത്തെ ദിവസത്തെ അതേ വാദം ഇപ്പോഴും ഉണ്ടാകുന്നു എന്നേ ഉള്ളൂ. നോക്കൂ, 6 കൊല്ലം മുൻപ് നടന്നിട്ടുള്ളൊരു സംഭവം യാദൃശ്ചികമായിട്ട്, അതായത് 9/9/2025 രണ്ടാമതും ഈ സ്വർണം കോടതി അനുമതി ഇല്ലാതെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി പഴയ മെഹസറുകൾ പിടിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഇത് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നാം പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുള്ള ഇത്രയും വലിയൊരു അഴിമതി, ഇത്രയും വലിയൊരു കെടുകാര്യസ്ഥത, ഇത്രയും വലിയ സ്വർണ്ണ കവർച്ച ഒന്നാം പിണറായി ഗവൺമെന്റ് അറിഞ്ഞതേയില്ല. രണ്ടാമത്തെ പിണറായി ഗവൺമെന്റ് വന്നതും ഹൈക്കോടതി യാദൃശ്ചികമായിട്ട്
മാറ്റിയത് കണ്ടതൊന്നും നിങ്ങളുടെ പ്ലാനിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. അതൊക്കെ സ്വാഭാവികമായി സംഭവിച്ചല്ലേ. ഒന്നാം പിണറായി സർക്കാരിന് തങ്ങളുടെ മൂക്കിന് കീഴിൽ ഇത്രയും വലിയ സ്വർണ്ണക്കവർച്ച നടന്നിട്ട് അത് തടയാൻ കഴിയില്ല എന്നുള്ളതെങ്കിലും ഒരു ധാർമ്മിക ഉത്തരവാദിത്തമായിട്ട് ഏൽക്കണ്ടേ. ഇവിടെ ദേവസ്വം മന്ത്രാലയം, ദേവസ്വം വകുപ്പ് മന്ത്രി തുടങ്ങിയുള്ള സംവിധാനങ്ങൾ എന്തിനാണ്? ദേവസ്വം ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ഭരിക്കുന്നെങ്കിൽ പിന്നെ ഉദ്യോഗസ്ഥന്മാരെ പഴി ചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള എല്ലാ പ്രൊവിഷനും കഴിഞ്ഞുപോയി. കാരണം ഇന്നത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ ദേവസ്വം ബോർഡിനെ ഡയറക്ട്ലി പേരെടുത്തിട്ട് തന്നെ എന്താ പറയുക ഇൻക്രിമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദേവസ്വം ബോർഡിന്റെ ROC 9097/18/M എന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നുണ്ട്. On the basis of the Commissioner's request, the board, by decision dated 20/3/2019, approved the handing over of the gold-cladded copper plates covering the door frames to Sri Unnikrishnan Potti. We also note, in the board decision, the door frame star refers to as copper plate. അതായത് ബോർഡ് ഒരു ഉത്തരവ് ഇറക്കിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കാൻ തീരുമാനിക്കുന്നത്. എന്നാൽ ആ ഉത്തരവിൽ അത് സ്വർണ്ണമാണെന്ന് പറയുന്നില്ല, അത് കോപ്പർ പ്ലേറ്റ് മാത്രമാണെന്നാണ് ബോർഡിന്റെ ഉത്തരവിൽ പറയുന്നത്. ഇത് ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ ഇനി എങ്ങനെയാണ് പണി പറയുന്നത്? ബോർഡ്, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം ബോർഡ് യോഗം കൂടി തീരുമാനമെടുത്തിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിനെ ഏൽപ്പിക്കുകയും ആ ഏൽപ്പിച്ച സാധനം സ്വർണ്ണമേ അല്ല അത് ചെമ്പാണെന്ന് അവരുടെ ഉത്തരവിൽ തന്നെ എഴുതി വെക്കുകയും ചെയ്ത സംഭവത്തിൽ ഇത് ഉദ്യോഗസ്ഥന്മാർ നടത്തിയിട്ടുള്ള തീരുമാനമാണെന്ന് പറയാൻ സാധിക്കുമോ? മാത്രമല്ല ഇന്നത്തെ കോടതി ഉത്തരവിൽ ഞാൻ ഏറ്റവും ഗൗരവകരമായി കാണുന്ന സംഭവം എന്താ, മഞ്ഞുമലയുടെ അറ്റം എന്ന് മാധു തുടക്കത്തിൽ പറഞ്ഞത് വളരെ ശരിയാണ്. നോക്കൂ, ഇത് ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്നൊരു വിവാദമാണ്. എന്നാൽ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് ഇന്നത് എവിടെ എത്തി? ഇന്നത് ശ്രീകോവിലിന്റെ സൈഡ് ഡോർസിലേക്ക് എത്തി. കട്ടിളകൾ കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് സ്വർണം എക്സ്ട്രാക്ട് ചെയ്തതിലേക്ക് എത്തി. ഒരു പോയിന്റഡ് ആയിട്ട് അൺആൻസേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ബാക്കിയുണ്ട്. എന്താണ് ഈ പറയുന്ന ഈ ശ്രീകോവിലിന്റെ വാതിലുകൾ, ആ വാതിലുകളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള സ്വർണ്ണം എത്രയാന്നുള്ളതിന് കണക്കില്ല. നോക്കൂ, ആദ്യം 2018 ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വാതിലുകളാണ്, ശ്രീകോവിലിന്റെ വാതിലുകളാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നത്. അത് 321.6 ഗ്രാം ഉപയോഗിച്ചുകൊണ്ടാണ് സ്വർണം പൂശുന്നത്. ഈ സ്വർണം ഗോവർദ്ധൻ എന്ന് പറയുന്ന വ്യവസായി ആദ്യം 200 ഗ്രാമും പിന്നെ 125 ഗ്രാമും അങ്ങനെ 325 ഗ്രാം കൊടുത്തിട്ടാണ് സ്വർണം പൂശുന്നത്. അതിൽ 4 ഗ്രാം ബാക്കിയുണ്ട്. ഈ വാതിൽ സ്വർണം പൂശി കഴിഞ്ഞപ്പോൾ ദേവസ്വത്തിന്റെ ഈ പറയുന്ന ദേവസ്വത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് തോന്നി അങ്ങനെ വാതിൽ മാത്രം പൂശിയാൽ പോരാ, വാതിലിന്റെ ഫ്രെയിമുകളും ഈ കട്ടിളകളും പൂശണം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഇത് ആവശ്യപ്പെടുന്നു, ഇത് കൊടുക്കാൻ തീരുമാനിക്കുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിനെ ഏൽപ്പിക്കുന്നു. ഈ കട്ടിളകൾ, ഈ ഡോർ ഫ്രെയിമുകൾ കൊണ്ടുപോകുന്നു. അത് അവിടെ നിന്ന് 186.587 ഗ്രാം സ്വർണം വീണ്ടും ഈ ഗോവർദ്ധൻ കൊടുക്കുന്നു. അതിൽ നിന്ന് 184 ഗ്രാം ഉപയോഗിച്ചുകൊണ്ട് ഇതും പൂശുന്നു. അത് കഴിഞ്ഞിട്ടാണ് ദ്വാരപാലകന്മാരെ കൊണ്ടുപോകുന്നത്. ഈ ദ്വാരപാലകന്മാരെ 394 ഗ്രാം ഉപയോഗിച്ചിട്ടാണ് പൂശിയത്. ഇതിലത്തെ തമാശ, ഈ കട്ടിലുകളിൽ നിന്ന്, ഈ ഡോർ ഫ്രെയിംസിൽ നിന്ന് 409 ഗ്രാം സ്വർണ്ണം എക്സ്ട്രാക്ട് ചെയ്തു എന്ന് പറയുന്നു. ദ്വാരപാലകന്മാരിൽ നിന്ന് 577 ഗ്രാം സ്വർണ്ണം എക്സ്ട്രാക്ട് ചെയ്തു. ഇങ്ങനെ ആകെ 989 ഗ്രാം, അതായത് 1 കിലോയിനടുത്ത് സ്വർണ്ണം എക്സ്ട്രാക്ട് ചെയ്തു. ഇതിൽ കേവലം 404 ഗ്രാം മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കി 474 ഗ്രാം എവിടെ? അത് 60 പവൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുള്ള കൽപേഷ് എന്ന് പറയുന്ന ആളെ ഏൽപ്പിച്ചു. ഇതുവരെയായിട്ടും ഈ കൽപേഷിൽ നിന്നോ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നോ ദേവസ്വം ബോർഡ് ഇത് ആവശ്യപ്പെടുകയോ തിരിച്ചു മേടിക്കുകയോ ചെയ്തിട്ടില്ല. ദ്വാരപാലക ശില്പങ്ങളെയും ഈ വാതിലിന്റെ അല്ല ദ്വാരപാലക ശില്പവും കട്ടിൽപ്പടിയിൽ നിന്ന് 1 കിലോ സ്വർണം എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെമ്പാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടുള്ള വാതിലിൽ നിന്ന് എത്രയാണ് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ളത്? ഇതിനേക്കാൾ 4 മടങ്ങ് ഭാരമുള്ള 4 മടങ്ങ് വലുപ്പമുള്ള സാധനമാണ് ഈ വാതിലുകൾ എന്ന് പറയുന്നത്. വാതിലിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള സ്വർണ്ണം എവിടെയാണ് പോയത്? അതായത് വിജയമല്യ കൊടുത്തിട്ടുള്ള 30 കിലോ സ്വർണവും ഈ നിലയ്ക്ക് പല കാലങ്ങളിലായിട്ട് പലതരത്തിലുള്ള ഉത്തരവുകളുടെ മറവിൽ അടിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ്. 99 കാലം മുതൽ ഇങ്ങോട്ട് 10-25 വർഷമായി നടന്ന ക്രയവിക്രയങ്ങളും ഈ പറയുന്ന അറ്റകുറ്റപ്പണികളും അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതിന്റെ ആവശ്യകത കൂടി ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇത്. ഈ 474 ഗ്രാം ഈ കൽപേഷ് പുതിയ അവതാരമാണ്, ഇന്ന് കേട്ടതാണ്. ഈ തിരിച്ച് അത് റീ എൻട്രസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്, ട്രാവൻകൂർ ദേവസ്വം ബോർഡിന് റീ എൻട്രസ്റ്റ് ചെയ്തിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ വിധിയിൽ പറയുകയും ചെയ്യുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, ഞാൻ അങ്ങിലേക്കാണ് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ രാഹുൽ ഈശ്വർ, 3 ഘട്ടങ്ങളിലായാണ് ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ ഈ കട്ടിളയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുന്നു. അത് കഴിഞ്ഞ് ജൂലൈയിൽ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. അതിനിടയിൽ ഒരു 7 പാളികൾ രണ്ടാമത് കൊണ്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പല ഘട്ടങ്ങളിലായി നടക്കുന്ന സ്വർണ്ണക്കൊള്ള ഈ വിധി വായിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് അനാവരണം ചെയ്യപ്പെടുകയാണ്. ദേവസ്വം വിജിലൻസ് അത് കൃത്യമായി കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇത് ഇത്ര, നേരത്തെ ജയ്ക്ക് ഉപയോഗിച്ച വാക്കാണെങ്കിൽ, ഇങ്ങനെ ഒരു തസ്കര സംഘത്തിന്, സംഘടിത തസ്കര സംഘത്തിന് ശബരിമലയിൽ സന്നിധാനത്ത് ഈ നിലയ്ക്കുള്ള കള്ളം ചെയ്യാൻ കഴിയുന്നത്? മധു, ഇന്ത്യയിൽ ഏറ്റവും ഭീകരന്മാരായ കൊള്ളക്കാർ എന്നറിയപ്പെടുന്ന സാക്ഷാൽ ചമ്പൽ കൊള്ളക്കാർ
അവരെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളുണ്ട്. അവർ പോലും അവരുടെ അമ്പലത്തിൽ നിന്ന് മോട്ടിക്കില്ല, അവരുടെ ഗ്രാമദേവതയുടെ ക്ഷേത്രങ്ങളിൽ നിന്നോ മറ്റും മോട്ടിക്കില്ല. അതിനെക്കുറിച്ച് രേഖപ്പെടുത്തൽ വരെയുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡും ബോർഡിനോട് ബന്ധപ്പെട്ട ചില ആൾക്കാരും ചമ്പൽ കൊള്ളക്കാരേക്കാൾ മോശമായിട്ട് പ്രവർത്തിക്കുകയും ശബരിമലയിൽ നിന്ന് സ്വർണം മാറ്റുകയും ചെയ്തതാണ്. ഞാനൊക്കെ ആദ്യ ദിവസം മുതലേ പറയുകയാണ്, ഇന്ന് അതിന് സ്ഥിരീകരണം കൂടി ആയിരിക്കുകയാണ്. അതായത് ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമില്ല. എത്ര അതിനെക്കുറിച്ച് 1-2 തർക്കങ്ങൾ ഉണ്ടാകാം, 1-2 വ്യത്യസ്ത കാര്യങ്ങൾ ഉണ്ടാകാം, പക്ഷേ അതിനപ്പുറം സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നുള്ള കാര്യം സത്യമാണ്. 2, കട്ടളയുടെ കാര്യത്തിലാണെങ്കിലും ദ്വാരപാലകരുടെ കാര്യത്തിലാണെങ്കിലും, ദ്വാരപാലകരുടെ കാര്യത്തിലെ കണക്കെന്ന് ഹൈക്കോടതി ഒക്ടോബർ 6 ഉത്തരവിൽ പറഞ്ഞത് 1.5 കിലോഗ്രാം അതിനകത്തുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വീണ്ടും ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് 361 ഗ്രാം മാത്രമാണെന്നാണ്. ഈ വ്യത്യസ്ത കണക്കുകൾ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ, ശബരിമലയിൽ ഇരിക്കുന്ന സ്വർണം, തനി സ്വർണം നേരെ കൊണ്ടുപോയി ഗോൾഡ് ക്ലാഡിംഗ് മാറ്റി ഗോൾഡ് പ്ലേറ്റിംഗ് ആക്കി ബാക്കി സ്വർണം അടിച്ചു മാറ്റുന്ന, മോഷ്ടിക്കുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ നടന്നത്. അതിന്റെ പിന്നിൽ ആരാണെങ്കിലും അവർ അനുഭവിക്കണം, അവർ അറസ്റ്റ് ചെയ്യണം, മുമ്പോട്ട് വരണം. ഇതിന് ദേവസ്വം ബോർഡിന്റെ കൂടി സഹായമില്ലാതെ ചെയ്യാൻ പറ്റുമോ? കാര്യം വ്യാജരേഖാ നിർമ്മാണവും നടന്നില്ലേ? അതായത് ഗോൾഡ് ക്ലാഡഡ് എന്ന് പറയുന്ന കാര്യം ഇനി ജയിക്കും കൂടെ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ദേവസ്വം ബോർഡ് കൊടുത്തത് ഹൈലി സസ്പീഷ്യസ് ആണെന്നടക്കം ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്ത് എഴുതിയില്ലേ? ഈ ഘട്ടത്തിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. മറ്റൊരു ഘട്ടത്തിലാവുമ്പോൾ അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കാര്യം കൂടെ പുറത്തു വരും. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, കാര്യം ഈ പേരുകാരെ എല്ലാം വ്യക്തിപരമായിട്ട് അറിയാം, എന്താ പറയുക, അവരുടെ കുടുംബങ്ങളെ അറിയാം, വലിയ കുടുംബങ്ങളാണ്, ആരുടെയും പേര് പറയുന്നില്ല. പക്ഷേ ശക്തമായ പല കാര്യങ്ങളും പലരിലേക്കും ചൂണ്ടുന്നുണ്ടല്ലോ. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലും അറിവും സമ്മതത്തോടു കൂടിയും ഒരു കൊള്ള നടന്നു എന്ന് അനുമാനിക്കാനല്ലേ സാധാരണക്കാരന് കഴിയൂ. ലഭ്യമായ എല്ലാ വിവരങ്ങളും അതിലേക്കല്ലേ പോയിന്റ് ചെയ്യുന്നത്. ചില ഉദ്യോഗസ്ഥരെ മാത്രം ചൂണ്ടിക്കാണിച്ച് രക്ഷപ്പെട്ടാൽ മതിയോ? കാര്യം ഇത് വ്യാജരേഖ ഉണ്ടാക്കുമ്പോൾ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിലെ ആൾക്കാർക്ക് അറിയില്ലേ? അവരുടെ അടക്കം ഉത്തരവാദിത്വത്തോടു കൂടിയല്ലേ ഇത്തരം കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ശക്തമായ നടപടി വേണം. വിശ്വാസികൾക്ക് ഏറ്റവും വേദനയാണ്. ചില ആൾക്കാരെങ്കിലും ആലങ്കാരികമായി അവിടെ അയ്യപ്പൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്കത് ചോദിക്കാൻ പറ്റാത്തത് സാധാരണ വിശ്വാസികൾക്ക് അങ്ങനെ ചോദിക്കാൻ പോലും പറ്റില്ല. അത്രമാത്രം വേദനയാണ് അങ്ങനെ ഒരു ചോദ്യം ചിന്തിക്കുമ്പോൾ. അയ്യപ്പന്റെ തിരുസന്നിധിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു, സ്വത്ത് മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ 1250ഓളം ബാക്കി ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങൾക്ക് എന്ത് സേഫ്റ്റിയാണുള്ളത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ബാക്കി ക്ഷേത്രങ്ങളിൽ എത്രമാത്രം സ്വർണം കെട്ടുകാണും? ഇത്രയും വലിയ ഹൈ പ്രൊഫൈലായ ശബരിമലയിൽ ഇത്രയും സ്വർണം കെട്ടെങ്കിൽ ബാക്കി സ്വർണം എവിടെയാണ്? അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനുണ്ട്. ഉത്തരവാദിത്തം മാത്രമല്ല, അതിൽ ക്രിമിനൽ കൾപ്പബിലിറ്റി പോലും ഉണ്ടോ എന്ന് നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ഒരു അവസരത്തിലാണ് ഇത് നിൽക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ, പിന്നെ നേരത്തെ അബിൻ വർക്കി മനോഹരമായി പറഞ്ഞു, ചങ്കൂത്തി ദാസ് മനോഹരമായി പറഞ്ഞു. അതായത് മുമ്പ് സ്മാർട്ട് ക്രിയേഷൻസ് ഒക്കെ ആദ്യം വന്ന് പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, ഞങ്ങൾക്ക് ചെമ്പ് മാത്രം കിട്ടിയെന്നാണ്. ഇപ്പം മൊഴി മാറ്റി തങ്ങളിലേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കും മാത്രം ഈ കുറ്റം ചുരുക്കാൻ അവർ നോക്കുകയാണ്. അപ്പോ നോക്കുക, പുറകിലുള്ള കള്ളന്മാർ എത്ര ശക്തന്മാരായിരിക്കും, എത്ര വലിയവരായിരിക്കും. അതായത് ഒരു കാര്യം കൂടെ, സ്മാർട്ട് ക്രിയേഷൻസ് പോലും വന്ന് അങ്ങനെ പറഞ്ഞ് ഈ കേസ് സെറ്റിൽ ചെയ്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. 1.5 കിലോഗ്രാം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 500 ഗ്രാം ഒന്നും അല്ല കിട്ടുക. മിനിമം ഒരു 10-20 ഗ്രാം, ഒരു 5%-3% വ്യത്യാസം മാത്രമേ ഉണ്ടാവൂ. ബാക്കി സ്വർണ്ണമടക്കം കട്ടളയിൽ നിന്നും ബാക്കി കാര്യങ്ങളിൽ നിന്നും അടിച്ചു മാറ്റാനും മോഷ്ടിക്കാനുമുള്ള ഒരു നീക്കമാണ് നടന്നത്. അതുകൊണ്ട് ഇതിന്റെ പിന്നിലെ ഉന്നതർ കുടുങ്ങണം, അവർ ജയിലിൽ പോകണം. ശരി, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഇത് ചെമ്പാണെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു, ആവർത്തിച്ച് നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം ഒന്നുകൂടി. 44 കിലോ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നു, 38 കിലോയെ തിരിച്ചു വന്നുള്ളൂ, 6 കിലോ സ്വർണം കാണാനില്ല. ഇതൊരു ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞ അഭിപ്രായമാണ്. യഥാർത്ഥത്തിൽ ഇത് ചെമ്പ്, അന്നേരമാണ് ഞാൻ പറഞ്ഞത് ചെമ്പ് പാളിയാണ്. പാളി ചെമ്പ് തന്നെയാണ്, അത് പൂശുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ശരി, അങ്ങനെയുള്ള ആ ചെമ്പിൽ നിന്നാണ് ഇത്രയധികം സ്വർണം എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഈ രസതന്ത്രത്തിന്റെ പുതിയ പുരസ്കാര വിതരണമൊക്കെ ഇതൊക്കെ കേന്ദ്രീകരിച്ച് വേണം എന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അന്തൻ ഇപ്പോൾ ഈ ശങ്കുട്ടിദാസ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, എത്ര സ്വർണമാണ് ഈ വാതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തത് എന്നത് സംബന്ധിച്ച് അതിന്റെ ഒറിജിനൽ എവിടെയാണ് എന്നുള്ളതാണ് യഥാർത്ഥ ചോദ്യം. അതിനകത്ത് വാതിലിൻ്റെ കാര്യത്തിൽ ഇവർക്ക് ഒരു സംശയവുമില്ല. കാരണം വാതിൽ കൊണ്ടുവന്നു, അത് സ്വർണം പൂശി കൊടുത്തു, 321 ഗ്രാം സ്വർണം പൂശി കൊടുത്തു എന്നാണ് പറയുന്നത്. ബാക്കി ഫ്രെയിം കൊടുക്കുമ്പോഴും അത് ഉരുക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല, അതിനകത്ത് സ്വർണത്തിൻ്റെ അംശം ഉണ്ടെന്ന് പറയുന്നു. ദ്വാരപാലക ശില്പങ്ങൾ കൊടുക്കുമ്പോഴും അതിനകത്ത് സ്വർണത്തിന്റെ അംശമുണ്ട്, ഇത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ സംവിധാനം ഇല്ല എന്ന് ആദ്യം പറയുന്നു. പിന്നീട് അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ വാതിലിന്റെ കാര്യത്തിൽ സംശയമില്ല, അവിടെ കറക്റ്റാണ്. വാതിൽ നമ്മളുടെ നന്ദൻ എന്ന് പറയുന്ന ഗുരുവായൂരിലെ ശില്പി പറഞ്ഞിട്ടുണ്ട്, വാതിൽ ഉണ്ടാക്കിയത് നിലമ്പൂർ തേക്ക് ഉപയോഗിച്ച് ഞാനാണ് വാതിൽ ശ്രീരാംപുര ക്ഷേത്രത്തിൽ ബാംഗ്ലൂരുവിൽ ഇരുന്ന് ഉണ്ടാക്കി കൊടുത്തത്. അതിനുശേഷം ഹൈദരാബാദിൽ പോയത് അത് കോപ്പർ പ്ലേറ്റ് ചെയ്തു, അതാണ് ചെന്നൈയിൽ കൊണ്ടുവന്നിട്ട് ഗോൾഡ് പ്ലേറ്റ് ചെയ്തതെന്ന്. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്നത് നിലമ്പൂർ തേക്കിൽ ഗോൾഡ് പതിപ്പിച്ച
ചെമ്പ് പതിപ്പിച്ച സാധനമാണ്. അപ്പോൾ ഇവർ കൊടുത്തുവിട്ട ഒറിജിനൽ വാതിൽ എവിടെ പോയി എന്നുള്ള കാര്യം പറയുന്നില്ല, ഈ ഉത്തരവിലും പറയുന്നില്ല. അതേസമയം ഡോറ് കൊടുക്കാനുള്ള ഉത്തരവുണ്ട്. ചെമ്പെന്ന പേരിൽ ഡോറ് ഇവർക്ക് കൊടുത്തയക്കാനുള്ള ഉത്തരവ് ദേവസ്വം കമ്മീഷൻ ആർക്കോ കൈമാറ്റം ചെയ്തു. അത് തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതയില്ല. അതാണ് നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞത്. അത്രയധികം പണത്തിനായിരിക്കാം ഒരുപക്ഷെ ക്രയവിക്രയം നടന്നിട്ടുണ്ടാവുക. അത് തിരികെ കൊടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. മറ്റൊന്നത് തിരികെ ചെന്ന് ചോദിക്കാൻ കഴിയുന്ന സാഹചര്യവുമായിരിക്കില്ല. അതിനുമേൽ ഈ തെഫ്റ്റ് ഏൽക്കുക എന്നുള്ളതാണ്. അതെ, ഏൽക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇതിനകത്ത് 2019 ഓഗസ്റ്റ് മാസത്തിൽ സ്വർണ്ണം പൊതിഞ്ഞ 14 ദ്വാരപാലക ചെമ്പ് തകിടുകൾ ശ്രീ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിന് കൈമാറിയെന്നാണ് ഉത്തരവിൽ പറയുന്നത്. അത് ഓഗസ്റ്റിലാണ്. ഇവരിത് കൊണ്ടുപോകുന്നത് ജൂലൈയിലാണ്. 39 ദിവസം ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നുവെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊണ്ടുചെന്ന് കൊടുത്തത് ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ചെമ്പ് തന്നെയാണോ, അല്ലെങ്കിൽ ആ ദ്വാരപാലക ശില്പങ്ങളിലെ അത് തന്നെയാണോ, അതോ മോൾഡെടുത്താണോ കൊണ്ടുപോയതെന്നുള്ള കാര്യം വ്യക്തമാകുന്നില്ല. ഏതായാലും ഇത് സംബന്ധിച്ച് നമുക്കൊരു കാര്യം വ്യക്തമാണ്. ഇതിനകത്ത് വലിയ അന്വേഷണത്തിലേക്ക് പോകാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരം ചില ദുരൂഹതകളിൽ അവശേഷിക്കുന്നത് കൊണ്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വാതിലും ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിലും ഇപ്പോഴും വലിയ ദുരൂഹത ഇതിനകത്ത് നിലനിൽക്കുകയാണ്. ശരി, ശ്രീ ജെക്സി തോമസ്, അങ്ങ് ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ബോർഡിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ശബരിമലയുടെ വിശ്വാസ്യത അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസ്യതയോ അവിടുത്തെ വിശ്വാസപൂർണ്ണമായ അന്തരീക്ഷത്തിനോ ചേർന്ന ഇടപാടുകളല്ല ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്ന മുൻ വിധിയിൽ കോടതി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ദേവസ്വം ബോർഡിനെ പേരെടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ അന്വേഷിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ട് എന്നിരിക്കെ അങ്ങനെ ഒരു ഏകപക്ഷീയമായ കാര്യം അവിടേക്ക് ഇനിയും എത്തിയിട്ടില്ല എന്നൊരു അഭിപ്രായം എങ്ങനെയാണ് CPM-ന് പറയാൻ കഴിയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് മറ്റു പാനലിസ്റ്റുകൾ. തീർച്ചയായിട്ടും ആ ചോദ്യം ഞാൻ കേട്ടു. ആ ചോദ്യത്തിന്റെ ഭാഗികമായ ഒരു ആവർത്തനം ഇപ്പൊ അങ്ങയുടെ ചോദ്യത്തിന്റെ ഏറ്റവും ഒടുവിലും ഞാൻ കേട്ടു. ഇരിക്കട്ടെ, നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരിക തന്നെ ചെയ്യാം. എന്തായാലും ഞാൻ ആവർത്തിക്കുന്നു, അതായത് ഈ ഹൈക്കോടതി നടപടിക്രമങ്ങളിലോ ഇതേവരെ സമർപ്പിക്കപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലോ ആ റിപ്പോർട്ടിനെ തുടർന്ന് നടത്തിയ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും ആകെ പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കവേ നമ്മുടെ ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധി, ഞാനിപ്പോൾ സൂക്ഷ്മ രാഷ്ട്രീയത്തിൽ എല്ലാ ആളുകളുടെയും പേരെടുത്ത് വെച്ച് ചർച്ചയ്ക്ക് വിധേയമാക്കി ഈ ചർച്ചയെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചിട്ടേ അല്ല ഞാൻ വന്നത്. ഇതിന്റെ ഒരു പൊതുമുരട്ടിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച അപരിഹാര്യമാം വിധം നമ്മുടെ നാട്ടിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ അതിശക്തമായ നടപടികൾ സ്വീകരിക്കുക, അതൊക്കെയാണ് പൊതുവിൽ നമ്മൾ എല്ലാവരും ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഒരു വാദം എന്ന നിലയിൽ ഇത്തരം ഘട്ടങ്ങൾ ഉയർത്താറുള്ളത് അതാണ്. പക്ഷെ അത് പറഞ്ഞു വന്നപ്പോൾ വിശദീകരിച്ചപ്പോൾ പറയുകയാണ് ബഹുമാനിയായ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, കോൺഗ്രസിന്റെ സുഹൃത്ത്, എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെയാണ് നമ്മുടെ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാർ ചാനലുകളിൽ മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടാൻ അല്പ വെളുക്കച്ചിരിയുമൊക്കെയായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. നിരവധി വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല, ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സംഘടിത തസ്കര സംഘം എന്ന യഥാർത്ഥത്തിൽ ശബരിമലയുടെ ഘട്ടത്തിലല്ല കേരള രാഷ്ട്രീയത്തിൽ പലരും ആ പദപ്രയോഗം ഉപയോഗിക്കാൻ തുടങ്ങിയത്. വയനാട്ടിലെ ദൈനതയുള്ള മനുഷ്യരുടെ ജീവിതത്തെ ചൂണ്ടിക്കാട്ടി ലക്ഷങ്ങൾ കോടികൾ പിരിച്ച് കട്ടുപിടിച്ച സംഘത്തെ നോക്കിയിട്ടാണ് സമീപ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യം ആ പ്രയോഗം ഉയർന്നു വന്നത്. ഇരിക്കട്ടെ, സന്ദർഭവശാൽ ഞാൻ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അപ്പോ അദ്ദേഹം പറയുന്നത് ഇത് CPIM-ന്റെ AKG സെന്ററിൽ നൽകിയ ക്യാപ്സ്യൂളാണ്. ഈ ക്യാപ്സ്യൂളൊക്കെ വിഴുങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനെങ്കിലും ഒന്ന് തയ്യാറാകണ്ടേ? എനിക്ക് സഹതാപമാണുള്ളത് എന്നൊക്കെ യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുകയാണ്. അങ്ങയുടെ സഹതാപത്തിന്റെ സർട്ടിഫിക്കറ്റ് തൽക്കാലം എനിക്ക് വേണ്ട. അങ്ങയുടെ സഹതാപത്തിന്റെ സർട്ടിഫിക്കറ്റ് എന്നേക്കാൾ അർഹിക്കുന്ന 100 കണക്കിന് വരുന്ന സഹപ്രവർത്തകരും അങ്ങയുടെ നേതാവും തൽക്കാലം അങ്ങയുടെ പാളയത്തിലുണ്ട്. അതുകൊണ്ട് സഹതാപത്തിന്റെ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് കൊടുക്കുന്നത് മതിയായിട്ടില്ലെങ്കിൽ തൽക്കാലം യൂത്ത് കോൺഗ്രസിന് ഇപ്പൊ വേണ്ടാത്ത പ്രസിഡന്റും വയനാട്ടിലെ ജനങ്ങളെ ഉപയോഗിച്ച 100 വീട് കേരളത്തിലെ കോൺഗ്രസ്, 100 വീട് കർണാടകയിലെ കോൺഗ്രസ്, 100 വീട് വയനാട്ടിലെ MP, 100 വീട് ലീഡർ ഓഫ് ഒപ്പോസിഷൻ, 100 വീട് യൂത്ത് കോൺഗ്രസ്, ഇങ്ങനെ പറഞ്ഞ 430 വീടുകൾ ഒരു തറക്കല്ല് പോലും ഇടാതെ പറഞ്ഞ് പറ്റിച്ച ആളുകൾ അങ്ങയുടെ സംഘത്തിലും അങ്ങയുടെ കൂടെയും ഉണ്ടെങ്കിൽ അവർക്ക് കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. ഞാനത് പറയാൻ കാരണം എന്താണ്? അങ്ങ് പറഞ്ഞു ഈ പേരുകാരിൽ കോടതി സസ്പീഷ്യസ് എന്ന് ബഹുമാനിയായ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു പദപ്രയോഗമുണ്ടല്ലോ, അതിന് നേതൃത്വം നൽകിയ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ പേരുകൾ കോടതി ഇന്ന് വിധി പ്രസ്താവത്തിന്റെയും പ്രതികരണത്തിന്റെയും ഭാഗമായി പറഞ്ഞില്ലേ? എന്താണ് ഈ പോറ്റിയെ സംബന്ധിച്ച് പറഞ്ഞത്? എന്താണ് ഈ പാളികളും ഈ സാധന സാമഗ്രികളും സ്വർണം പൂശേണ്ടതുണ്ട്, അല്ലെങ്കിൽ ക്ലാഡ് ചെയ്യേണ്ടതുണ്ട്, എന്തുമാവട്ടെ, പൂശിക്കോ ക്ലാഡ് ചെയ്യോ എന്തുമാവട്ടെ, ഇതിങ്ങനെ ചെയ്യേണ്ടതുണ്ട് എന്ന ആദ്യം അഭിപ്രായം എഴുതിയ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ മുരാരി ബാബു, അയാളുടെ രാഷ്ട്രീയം എന്താണ്? ചർച്ച ചെയ്യാൻ അങ്ങയുടെ ഇവിടെ ഈ ചർച്ചയിൽ വലിയ വായിൽ സംഭാഷണം നടത്താൻ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് നൽകാൻ വന്ന ബഹുമാനിയനായ കോൺഗ്രസ് നേതാവ് തയ്യാറുണ്ടോ? മുരാരി ബാബുവിന്റെ രാഷ്ട്രീയം ഏതാണെന്ന് ഏത് കോൺഗ്രസ് തലപ്പത്തായിരുന്നു? ആ മുരാരി ബാബുവിന്റെ സ്വർണം അങ്ങ് ഇടപെടാതെ അങ്ങേക്കെന്താ പൊള്ളിയോ?
അങ്ങേക്ക് എന്താ പൊള്ളിയോ? അങ്ങ് തിരിച്ചിങ്ങോട്ട് കൊടുക്കുമ്പോൾ താങ്കളുടെ പാർട്ടിയുടെ നേതാവ് അടിച്ചു മാറ്റാൻ എനിക്ക് പൊള്ളുന്നില്ല. അതിന്റെ ഇരട്ടി അങ്ങോട്ട് കിട്ടുമ്പോ അങ്ങ് മിണ്ടാതിരിക്കണം. കാരണം എന്താണ്? അല്ല, ആങ്കർ ഇത് കാണുന്നില്ല. ഏതാണ് സാർ? ഞാൻ ഇത് താങ്കൾ പറഞ്ഞ INTUC നേതാവിന്റെ പേരെന്താ? താങ്കൾ പറഞ്ഞ INTUC നേതാവിന്റെ പേരെന്താ? അല്ല, താങ്കൾ പറഞ്ഞ INTUC നേതാവിന്റെ പേരെന്താണ്? INTUC നേതാവാണ് അവിടെ അടിച്ചു മാറ്റാൻ കഴിയുന്നില്ലേ? ആങ്കർക്ക് ഈ ചർച്ച മര്യാദ പേര് പറയാൻ പറ്റുന്നില്ലേ? തിരുവാഭരണ കമ്മീഷണർ INTUC നേതാവിന്റെ പേര് പറയാൻ അറിയില്ല. തിരുവാഭരണ കമ്മീഷണർ അദ്ദേഹത്തിന് മറ്റുള്ളവർ പറഞ്ഞതിന് മറുപടി സമയം കൊടുക്കണം. അങ്ങ് അങ്ങയുടെ ഊഴത്തിൽ പറയൂ. അല്ല, അങ്ങനെ ചോദിച്ചും പറഞ്ഞും പറയാനുള്ള ചർച്ചയിൽ ജയിക്കിന് താല്പര്യമില്ല. കേൾക്കാൻ ഉതകും വിധത്തിൽ ചർച്ച മുന്നോട്ട് പോകുമല്ലോ. ജേക്ക് പറയൂ. യൂത്ത് കോൺഗ്രസ് നേതാവ് നിക്ക്. ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോ വസ്തുതകളുടെയും സത്യസന്ധമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ തിരികെ അങ്ങോട്ട് കിട്ടുമ്പോൾ മാത്രം അങ്ങ് ഇടപെടാൻ തയ്യാറാകാതെ അതൊക്കെ അങ്ങ് കോൺഗ്രസ് ഓഫീസിൽ ആ സംസ്കാരം വെച്ചാൽ മതി. മാതൃഭൂമിയുടെ ഫ്ലോറിൽ സംവാദത്തിൽ ആ സംസ്കാരം എടുക്കാൻ കഴിയില്ല. അതിൽ മാന്യമായ ജനാധിപത്യ മര്യാദ അങ്ങ് പാലിക്കണം. ഈ കാര്യങ്ങൾ ക്ലാഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ സ്വർണം പൂശണമെന്ന ആദ്യം എഴുതി വെച്ചവനായ മുരാരി ബാബു, അയാളുടെ രാഷ്ട്രീയമെന്ന അയാൾ ഏത് സംഘടനയുടെ നേതാവാ? കോൺഗ്രസ് സംഘടനയുടെ നേതാവാണ്. ആ മുരാരി ബാബുവിന്റെ സ്വർണം പൂശണം അല്ലെങ്കിൽ ക്ലാഡ് ചെയ്യണമെന്ന ഈ ഗൂഢാലോചനയുടെ ആദ്യത്തെ കല്ല്, ആ കല്ലിനെ തൊണ്ട തൊടാതെ വിഴുങ്ങിയ KS ബൈജു, തിരുവാഭരണ കമ്മീഷണർ, കസ്റ്റോഡിയൻ, ഏതു സംഘടനയുടെ നേതാവാണ്? അതിനൊത്താശ ചെയ്ത ജയശ്രീ, ഏത് ദേവസ്വം ബോർഡ് സെക്രട്ടറി, ഏതു സംഘടനയുടെ നേതാവാണ്? INTUCയുടെ പ്രസിഡന്റ്. അല്ല, ഇതെന്താ? ഇതിൽ ഓരോ കാര്യവും നോട്ട് ചെയ്ത് വെച്ച് എനിക്കറിയാന്നേ. നിങ്ങൾ അല്ല, പിന്നെ എന്ത് മണ്ടത്തരാണ് ഒരാളെ ജനാധിപത്യപരമായ ചർച്ചയില്ല, അങ്ങനെ പറയരുത്. പിന്നെ മണ്ടത്തരത്തിനല്ലാതെ പിന്നെ ഞാൻ എന്ത് പറയണം? ജേക്ക് സഖാവേ, അത് വേറൊരാളാണ്, അങ്ങ് തെറ്റിദ്ധരിച്ചതാണ്. KS ബൈജു INTUC നേതാവാണോ? എന്നാണ് അത് കോൺഗ്രസ് അങ്ങ് ഉന്നയിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ്. ശരി, ഞാൻ പറഞ്ഞല്ലോ. ജേക്ക് പറയട്ടെ. ഇതാണ് ചർച്ചയുടെ മാനകമെങ്കിൽ, ഇതാണ് ചർച്ചയുടെ രീതിയെങ്കിൽ, ഇതെന്തൊരു ഏർപ്പാടാണ്? ഇയാൾക്ക് തോന്നിയ പോലെ വർത്താനം പറയുകയാണെങ്കിൽ സമീപത്തുള്ള കോൺഗ്രസ് ഓഫീസിൽ പോയിരിക്കണം. മാതൃഭൂമിയുടെ ഫ്ലോറിൽ പാനലിസ്റ്റുകൾ കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്ന ചർച്ചയാണ്. മറ്റുള്ളവർക്ക് അവസരം കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇടപെടരുത് എന്ന്. മാധു, ഇതിനകത്ത് ബേസിക് പ്രശ്നം എന്താണ്? ഇതിനകത്ത് ഇദ്ദേഹം പറയുന്ന KS ബൈജുവും G ബൈജുവും രണ്ടാണ്. ശരി, പറഞ്ഞല്ലോ. അബിൻ പറഞ്ഞല്ലോ, അബിനെ കാര്യം പറഞ്ഞല്ലോ. ഇനി ജയിക്ക് അത് പറയട്ടെ. ജെക്സി തോമസ്, ഈ KS ബൈജുവും G ബൈജുവും രണ്ടുപേരാണ്, കോൺഗ്രസ്സുകാരനല്ല, CITU-കാരനാണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറയുന്നത്. അങ്ങോട്ട് പിടിച്ചോ. മണ്ടത്തരം പറഞ്ഞത് ആരാണ്? ക്യാപ്സ്യൂൾ വിഴുങ്ങി തൊടാതെയോ തൊട്ടോ വിഴുങ്ങിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ആരാണെന്ന് അങ്ങ് വിശദീകരിക്കുമ്പോൾ കേട്ടോ. KS ബൈജു ആരാണ്? തിരുവാഭരണ കമ്മീഷണർ. ജയശ്രീ ആരാണ്? ദേവസ്വം സെക്രട്ടറി. മുരാരി ബാബു ആരാണ്? ഈ ഗൂഢാലോചനയുടെയും കള്ളത്തരത്തിന്റെയും ആദ്യ ശിലവാകിയാൾ. ഇവിടെ സൂചിപ്പിച്ച INTUCയുടെ ജില്ലാ പ്രസിഡന്റ്, ദേവസ്വം സെക്രട്ടറിയാണ് G ബൈജു. ജയ ബൈജു ഉണ്ട്, KS ബൈജു ഉണ്ട്, മുരാരി ബാബു ഉണ്ട്, ജയശ്രീ ഉണ്ട്. ഇവരാകെ ഈ തട്ടിപ്പ് സംഘത്തിന്റെ ഭാഗമാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. എന്താണ് ഈ INTUCയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ബൈജു ദേവസ്വം സെക്രട്ടറി ആയിരുന്ന 2022-23 ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ബൈജു, അയാളെ സംബന്ധിച്ചുള്ള ഗൂഢാലോചനയുടെ സംശയം എന്താണ്? അയാളുടെ സമയത്ത് 3 മാസം കൂടുമ്പോൾ ഇത്തരം സാധന സാമഗ്രികൾ സ്വർണം പൂശാനും മറ്റു പ്രവർത്തനങ്ങൾക്കുമായിട്ട് കൊണ്ടുപോയതായിട്ടുള്ള വിവരം ദേവസ്വം വിജിലൻസ് നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ ഭാഗമാണ്. അത് നമ്മളുടെ മുമ്പിലുണ്ട്. അതാണ് INTUC പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസ്സുകാരാണോ ഈ തസ്കര സംഘത്തിലുള്ളത് ചോദിക്കാം. അങ്ങ് എണ്ണി പറഞ്ഞ ഈ പേരുകളുടെ കൂട്ടത്തിൽ എന്നൊരു പേര് കൂടി ഇല്ലല്ലോ. അല്ല, അങ്ങാണ് ഏറ്റവും സംസാരിച്ചത്. അതിനിടയിൽ അബിൻ സംസാരിച്ചു. അത് ഞാൻ അബിനോട് ചോദിക്കാം എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ കണ്ടു.
അയ്യോ ഇല്ല, ഒറ്റവാചകം പറഞ്ഞ് പൂർത്തിയാക്കാം. ക്യാപ്സ്യൂൾ വിഴുങ്ങാത്ത കോൺഗ്രസിന്റെ നല്ല നേതാവ് ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ INTUC നേതാവായ ദേവസ്വം സെക്രട്ടറി ബൈജു ചെയ്ത തെമ്മാടിത്തരം എന്ത്? KS ബൈജു എന്ന തിരുവാഭരണ കമ്മീഷണറും ദേവസ്വം സെക്രട്ടറി ജയശ്രീയും മുരാരി ബാബുവും അടങ്ങുന്ന ഈ ദേവസ്വം ബോർഡിലെ ഈ ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെ കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്ത തെമ്മാടിത്തരം എന്ത്? അതാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഈ ഗൂഢാലോചനയാണ് കോടതിക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടത്. ആ ഗൂഢാലോചന, ഈ കോൺഗ്രസ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ നേതൃത്വത്തിൽ നടപ്പെട്ട ഗൂഢാലോചന കോടതിയുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുമ്പോ എന്താ കോൺഗ്രസ് നേതാവിന് പൊള്ളുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ ഈ സംഘടിത തസ്കര സംഘത്തിന്റെ ഭാഗമായത് എന്നുള്ളത് ചോദിക്കാം, അഡ്വക്കേറ്റ് അബിൻ വർക്കിയോട് ചോദിക്കാം. പക്ഷേ ഈ പറയുന്ന ഈ വിധിയുടെ 3ാമത്തെ പാരഗ്രാഫിൽ പറയുന്ന ഈ കമ്മ്യൂണിക്കേഷൻസ്, അത് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം കമ്മീഷണറും തമ്മിലുള്ള ഈ കമ്മ്യൂണിക്കേഷനിൽ ഗോൾഡ് ക്ലാഡഡ് ആയിരുന്ന ഈ പാളികൾ പിന്നീട് ഈ കമ്മീഷണറുടെ ദേവസ്വം ബോർഡിന് അയച്ച കത്തിൽ വെറും കോപ്പർ പ്ലേറ്റ്സ് ആകുന്നത് എങ്ങനെയാണ് എന്ന ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. N വാസുവാണ് ആ പറയുന്ന കമ്മീഷണർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ? അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട CPM പ്രവർത്തകനായിരുന്നില്ലേ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു. ശരി, അഡ്വക്കേറ്റ് അബിൻ വർക്കി, അങ്ങ് ഇടയ്ക്കു കയറി സംസാരിച്ച ഒരാളാണ്, അതുകൊണ്ട് തന്നെ അതിദീർഘമായി സംസാരിക്കരുത്. എനിക്ക് മറ്റ് പാനലിസ്റ്റുകളിലേക്ക് പോകേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് അബിൻ വർക്കി, രാഷ്ട്രീയമായി, അതായത് നിങ്ങൾ കോൺഗ്രസ്സുകാര്, നിങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കൾ, ഇവരെല്ലാവരും ചേർന്ന് CPM-ന്റെ കാലത്ത് സംഘടിതമായി കുറ്റകൃത്യം അത് നടപ്പിലാക്കി അതിന്റെ പടി ദേവസ്വം ബോർഡിന് മുകളിൽ സ്ഥാപിക്കാനുള്ള ശ്രമമാണോ നടത്തിയത്? ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് ഞാൻ ഇടപെടാനുണ്ടായ സാഹചര്യം, ജയ്ക്ക് ആദ്യത്തെ ഘട്ടത്തിൽ പറയുന്നത് തിരുവാഭരണ കമ്മീഷണറായിരുന്ന INTUC നേതാവ് ആ കാലഘട്ടത്തിൽ അവിടെ കുറ്റകരമായ അനാസ്ഥ ചെയ്തു എന്നാണ്. ഞാൻ പറഞ്ഞത് തിരുവാഭരണ കമ്മീഷണറായിരുന്ന, അല്ലെങ്കിൽ ഇന്ന് INTUC നേതാവായ G ബൈജു, അയാളായിരുന്നില്ല അന്ന് തിരുവാഭരണ കമ്മീഷണർ, KS ബൈജു ആയിരുന്നു എന്നുള്ളതാണ് എന്റെ പോയിന്റ്. അതാണ് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നത്. കാരണം 2019 കാലഘട്ടത്തിൽ അങ്ങ് കേട്ടതിന്റെ കുഴപ്പമുണ്ട്. ശരി, ദേവസ്വം സെക്രട്ടറി ബൈജു ആരാണ് പോയി ചോദിക്കണം. അങ്ങേക്ക് മനസ്സിലായില്ലേ? ആ ദേവസ്വം സെക്രട്ടറി ബൈജു ഇപ്പൊ INTUC ജില്ലാ പ്രസിഡന്റ്. ഞാൻ ആ തരത്തിൽ ഞാൻ തിരിച്ചു മറുപടി പറയുന്നില്ല. ഞാൻ പറയട്ടെ, അങ്ങേക്ക് മനസ്സിലായില്ലേ? ഏത് ബൈജു ആണെങ്കിലും, ഏത് കോൺഗ്രസ് ആണെങ്കിലും, ഏത് CPM ആണെങ്കിലും ശരി, അങ്ങനെ ഏത് ബൈജു ആണെങ്കിലും, ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. ഏത് ബൈജു ആണെങ്കിലും, ഏത് കോൺഗ്രസ് ആണെങ്കിലും, അത്രയും ഏത് പാർട്ടിയിൽപ്പെട്ടവരാ, ഏത് സംഘടനയിൽപ്പെട്ടവരാ, ശരി, അല്ല ജയ്ക്ക്, അല്ലല്ല ശരിയാണ്, ജയ്ക്കിന്റെ അവസരത്തിൽ അബിൻ ഇടപെട്ടു, അത് നിയന്ത്രിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. ഇപ്പൊ അബിൻ പറയട്ടെ, നിങ്ങൾ രണ്ടുപേരും മാത്രം ഇങ്ങനെ ശബ്ദമെടുത്തോണ്ട് കാര്യമില്ലല്ലോ. ഇനി അബിൻ പറയട്ടെ. ഞാൻ ഇത്രയും നേരം ഇടപെടാതിരുന്നത് അങ്ങയുടെ അവസരത്തിൽ അബിൻ വർക്കി ഇടപെട്ടത് കൊണ്ടാണ്. ഇനി അബിൻ പറയട്ടെ. അതായത് ആ മര്യാദയൊന്നും ഞാൻ കണ്ടില്ല. ഇരിക്കട്ടെ, ആദ്യത്തെ ഗൂഢാലോചന നടന്നത് അത് ഗോൾഡ് ക്ലാഡഡ് പ്ലേറ്റ് എന്നതിന് പകരം കോപ്പർ പ്ലേറ്റ് എന്ന് എഴുതി കൊടുത്തതാണ്. ആരാണ് അത് എഴുതി കൊടുത്തത്? 6/3/2019 കത്തിൽ ദേവസ്വം കമ്മീഷണറാണ് എഴുതി കൊടുത്തത്. ദേവസ്വം കമ്മീഷണർ ആയിരുന്നത് N വാസുവാണ്. ആ N വാസുവിന്റെ കത്തിനെ സപ്പോർട്ട് ചെയ്ത് എഴുതിയത് അന്നത്തെ ദേവസ്വം ബോർഡാണ്. ഗോൾഡ് ക്ലാഡഡ് എന്നതിന് പകരം കോപ്പർ പ്ലേറ്റ്, ചെമ്പ് തകിട് എന്ന് എഴുതി വെച്ച് ഈ ഗൂഢാലോചനയിൽ ആദ്യം പങ്കെടുത്തത് ഇവർ രണ്ടുപേരുമാണ്. N വാസു ആരാണ്? CPM നേതാവാണ്. അയാളെ പിന്നീട് ദേവസ്വം പ്രസിഡന്റ് ആക്കി. അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആരാണ്? അത് പത്മകുമാറാണ്. ആ പത്മകുമാറിന്റെ നേതൃത്വത്തിലെ ബോർഡാണ് അത് എഴുതി വെച്ചത്. ഈ ദേവസ്വം, ഈ ബോർഡിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സംഘടിത നീക്കം, അതിന്റെ ഭാഗമായിട്ട് എന്താണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദം ചേർന്ന് മിനിറ്റ്സ് തിരുത്തിയിട്ടുണ്ടോ എന്ന സംശയം കോടതി. ദേവസ്വം കമ്മീഷണർ ആരാണ്? ദേവസ്വം കമ്മീഷണർ ആരാണ്? ദേവസ്വം കമ്മീഷണർ ലെറ്റർ N വാസുവിന്റെ ലെറ്ററിലാണ് ആദ്യം ചെമ്പ് തകിടെന്ന് എഴുതിയത്. N വാസു എന്നത് CPM നേതാവാണ്. നിങ്ങൾ CPM-ന്റെ നേതാവായി ദേവസ്വം പ്രസിഡന്റ് ആക്കിയ ആളാണ്. വെളുക്കച്ചിരിയുടെ ക്രെഡിറ്റ് ഉള്ള ജയ്ക്ക് അതിന് ഉത്തരം പറ. N വാസു ആരാ? N വാസു CPM-കാരനാണോ? അയാളെ തള്ളി പറ. N വാസു അല്ലേ ആദ്യം ഇത് കോപ്പർ പ്ലേറ്റ് എന്ന് എഴുതി വെച്ചത്? കോടതി വിധിയുടെ 3ാമത്തെ പാരഗ്രാഫിൽ അത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. കോടതി പറഞ്ഞല്ലോ അവരാരാ? അങ്ങൊന്നും പറ. അടിത്തറ അതാണ്. ഈ അതിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? ഇനി ആരാണെങ്കിലും ജയിക്കേ,
ഇനി ഏതവനാണെങ്കിലും ഞാനതാ പറഞ്ഞത്. ഇന്ത്യ 6 കൊല്ലമായിട്ട് കേസെടുക്കട്ടെ. കോടതി സുമോട്ടോ കേസാണല്ലോ എടുത്തത്. ശരി. ഞാനതിലൊരു ക്ലാരിറ്റി തരാം. ഒരു മിനിറ്റ്. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം കമ്മീഷണർക്കാണ് ഈ കത്ത് അയക്കുന്നത്. അതിൽ ഗോൾഡ് ക്ലാഡഡ് എന്ന് തന്നെയാണുള്ളത്. ദേവസ്വം കമ്മീഷണറാണ് പിന്നീട് ദേവസ്വം ബോർഡിന് ഈ കത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയല്ല. ഇന്നിപ്പോ എൻ വാസുവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് സംസാരിക്കാൻ കഴിയില്ല, കോടതി വിധി വായിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഫോർവേഡ് ചെയ്ത് കൊടുത്ത ഒരു കാര്യത്തിൽ ക്ലാഡഡ് എന്നുള്ളത് കോപ്പർ എന്നാവില്ല. അപ്പൊ അവിടെ നിന്നൊരു മാറ്റം സംഭവിച്ചു എന്ന് തന്നെയാണ് സാമാന്യ ബുദ്ധി നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ മാറ്റി കൊടുത്ത കത്തിലാണ് ഈ 9 പേര് ഒപ്പുവെച്ചത്. ഈ 9 പേർക്കും ആ ഒപ്പുവെച്ചതിൽ ഉത്തരവാദിത്തമുണ്ട്. അവിടെ വായിച്ചിട്ടാണെങ്കിലും വായിച്ചിട്ടല്ലെങ്കിലും വായിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. പക്ഷെ ആദ്യത്തെ തിരുത്തുണ്ടായത് ദേവസ്വം കമ്മീഷണറുടെ ഭാഗത്തു നിന്നാണ് എന്ന് ഇന്ന് ഈ കോടതി വിധി വായിച്ചാൽ മനസ്സിലാകുന്ന ഒന്നാണ്. മറ്റ് 2 അതിഥികളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, ഇപ്പോൾ കോടതി ഇങ്ങനെ വിപുലമായ ഒരു അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അന്വേഷണ സംഘത്തെ ഇന്ന് വിപുലപ്പെടുത്തുകയും ചെയ്യുന്നു. കൃത്യമായ അന്വേഷണം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾക്ക് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം പൂർത്തിയാകുന്നത് വരെയും ഒരു പരിരക്ഷ കൂടി കിട്ടുകയല്ലേ? രാഷ്ട്രീയമായി ഉത്തരം പറയേണ്ട കാര്യങ്ങൾക്ക് നിയമപരമായ ഒരു പരിരക്ഷ കൂടി കിട്ടുന്നു. അല്ല, അങ്ങനെയല്ലാതെ കോടതിക്ക് ചെയ്യാൻ സാധിക്കില്ലല്ലോ. പക്ഷേ ഇവിടെ രാഷ്ട്രീയമായിട്ടൊരു മറുപടി പറയാതിരിക്കാൻ ഇവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൽ കോടതിയുടെ തീരുമാനം വ്യക്തമാക്കുന്നത്. കാരണം സാധാരണഗതിയിൽ ഈ കാര്യത്തിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ക്രിമിനൽ കുറ്റങ്ങൾ നടന്നിട്ടുണ്ട്, FIR ഇട്ടൊരു അന്വേഷണം ആവശ്യമാണ് എന്ന് കോടതി പറയുന്നത് സ്വാഭാവികമാണ്. ഒരു അന്വേഷണ സംഘത്തെ നിയമിക്കാനും വേണമെങ്കിൽ സർക്കാരിനോട് ശുപാർശ ചെയ്യാം. എന്നാൽ അന്വേഷണ സംഘത്തിലെ തലവനെ മുതൽ ആ സംഘത്തിലെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള SIനെ വരെ കോടതി നേരിട്ട് ഹാൻഡ് പിക്ക് ചെയ്ത് അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു അത്ഭുതമാണ്. ഇങ്ങനെ മുന്നേ സംഭവിച്ചിട്ട് എനിക്കറിയില്ല. അതായത് ആഭ്യന്തര വകുപ്പിനെ, സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായി അവിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഈ പറയുന്ന അന്വേഷണ സംഘം സ്വന്തം നിലയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് കോടതി ചെയ്തിട്ടുള്ളത്. ADGP വെങ്കടേഷ് ആണെങ്കിലും അതിലുള്ള മറ്റു ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും CI SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വരെ കോടതി നേരിട്ട് അപ്പോയിന്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല 6 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണം. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഇൻവെസ്റ്റിഗേഷന്റെ സ്റ്റാറ്റസ് സീൽ ചെയ്തിട്ടുള്ള കവറിൽ കോടതിയിൽ നിന്ന് അറിയിക്കണം. കോടതി അല്ലാതെ മറ്റാരെയും അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കരുത്. ഇനി FIR രജിസ്റ്റർ ചെയ്തിട്ട് മറ്റൊരു കോടതിയിൽ ആ കേസിന്റെ ക്രിമിനൽ പ്രൊസീഡിങ്സ് ആരംഭിക്കുകയാണെങ്കിൽ ഈ കോടതിയിൽ നിന്ന്, ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ അനുമതി ചെയ്ത് മേടിച്ചതിന് ശേഷം മാത്രമേ മറ്റേ കീഴ്ക്കോടതിയിലേക്ക് പോകും. കാരണം എന്താ, കീഴ്ക്കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറെ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടറെ ആശ്രയിക്കുന്നതിന് മുൻപ് ഹൈക്കോടതിയുടെ പ്രയർ പെർമിഷൻ മേടിച്ചിരിക്കണമെന്നാണ്. അപ്പോൾ കോടതി അതിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലൊരു അന്വേഷണം ആഭ്യന്തര വകുപ്പിനെ മാറ്റി നിർത്തിക്കൊണ്ട് സർക്കാരിനെ വിശ്വാസത്തിലെടുക്കാതെ സ്വന്തം നിലയിൽ അന്വേഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടിയിരുന്ന ഒരു CBI അന്വേഷണമാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഒരു ഏജൻസി അന്വേഷിക്കുന്നതിലൊരു പ്രശ്നമുണ്ട്. കാരണം സർക്കാരിനെതിരെയുള്ള ഒരു ആരോപണമാണ്, സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബോർഡ് ഉൾപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അതിൽ സർക്കാരിന് കീഴിലുള്ള ഒരു ഏജൻസി അന്വേഷിക്കുന്ന പ്രശ്നം. ഇതൊരു മൾട്ടി സ്റ്റേറ്റ് ക്രൈമാണ്. കേരളത്തിൽ മാത്രമല്ല, ചെന്നൈയിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നു, ബാംഗ്ലൂരിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നു, ഹൈദരാബാദിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ കേരളത്തിൽ മാത്രമുള്ള ഒരു ഏജൻസി അന്വേഷിച്ചാൽ പോരാ, ഒരു നാഷണൽ ഏജൻസി CBI പോലത്തെ ഒരു സംവിധാനമാണ് അന്വേഷിക്കേണ്ടതെന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ ഹൈക്കോടതി ഏറ്റവും ട്രാക്ക് റെക്കോർഡിനുള്ള നല്ല ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് ഇതിനെ പറ്റിയിട്ടൊരു പ്രാഥമികമായിട്ടുള്ള ധാരണ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സംവിധാനത്തെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് മറ്റവർക്ക് ഒരു നിലയ്ക്കും അതിലൊരു ഡിഫൻസോ അതിൽ നിന്ന് എന്തെങ്കിലും രക്ഷയോ ഒന്നുമില്ല. യഥാർത്ഥത്തിൽ അവരുടെ മുഖത്തേറ്റിട്ടുള്ള അടിയാണ്. ഹൈക്കോടതി സ്വന്തം നിലയിൽ ഉദ്യോഗസ്ഥന്മാരെ വരെ തിരഞ്ഞെടുത്തുകൊണ്ട് ഞങ്ങളെ മാത്രം കാര്യങ്ങൾ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അന്വേഷണത്തിന് പൂർണ്ണമായിട്ടും ഈ പറയുന്ന ഒരു സീലിംഗ് കൊണ്ടുവന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ അന്വേഷണം എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. ശരി, കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ. അനന്തൻ, ഇതിപ്പോ യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യണമല്ലോ. ഇത്രയും അധികം ദിവസം ചർച്ച ചെയ്യുന്ന ഇത്ര അധികം വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് എത്ര മണിക്കൂറുകൾ ഈ വിഷയം മാത്രം കൈകാര്യം ചെയ്യുന്നുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ. അതൊരു പക്ഷേ പ്രത്യേക അജണ്ട, താല്പര്യം എന്നൊക്കെയുള്ള വിമർശനങ്ങൾ നേടുന്നുമുണ്ട്. ഇന്നിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അഭിനവർക്കോട് ചോദിച്ചു, ഈ യോഗദണ്ഡുമായി ബന്ധപ്പെട്ട വിഷയം ആരാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മകൻ ഈ കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളത്. അപ്പോൾ പോറ്റിമാർ മാത്രമല്ല, ഞാനും സുഭദ്രയുടെ ചിറ്റപ്പനും കൂടി അടങ്ങിയ ഒരു ട്രസ്റ്റ് എന്ന നിലയ്ക്ക് ഭരിക്കാനുള്ള ഒരു സംവിധാനമാണോ ദേവസ്വം ബോർഡ്? തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ സംശയം തോന്നാം. കാരണം 2019 അതെല്ലാം സംഭവിക്കുന്നത്. 2019 ഈ വാതിൽ വെക്കുന്ന മാർച്ച് മാസത്തിലാണ് ഈ ഉത്തരവും, അതായത് യോഗദണ്ഡം. അയ്യപ്പസ്വാമിയെ സംബന്ധിച്ച് വിശ്വാസികൾക്കറിയാം, അവിടുത്തെ ഏറ്റവും പുണ്യമായി കരുതുന്ന 2 വസ്തുക്കളാണ്
യോഗദണ്ഡും രുദ്രാക്ഷമാലയും, അത് രണ്ടും ശ്രീകോവിലിലെ ഗർഭഗൃഹത്തിൽ വെക്കുന്ന സാധനമാണ്. അത് പുറത്തേക്ക് വരണമെങ്കിൽ മേൽശാന്തിയും തന്ത്രിയൊക്കെ അറിയുകയും വേണം. അപ്പോൾ അതിൽ അപാകതകൾ പരിഹരിക്കാൻ എന്നുള്ളൊരു ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത്. മാത്രമല്ല അതിൽ സ്വർണം ചുറ്റാൻ, യോഗദണ്ഡിൽ സ്വർണം, രുദ്രാക്ഷത്തിലും സ്വർണം ചുറ്റാനുള്ള ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അത് ജയശങ്കർ പത്മൻ, അത് പത്മകുമാറിൻ്റെ മകനാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, ഇത് സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. പക്ഷേ ഈ സ്വർണം കെട്ടിച്ചത് എവിടെ വെച്ചാണ് എന്നുള്ള കാര്യം ദേവസ്വത്തിന്റെ രേഖകളിലൊന്നുമില്ല. 18 ചുറ്റ് പുതുതായിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ എന്ന് പറയുമ്പോൾ അവിടെയുള്ളതാണെങ്കിലും പുറത്തു കൊണ്ടുപോയതാണെങ്കിലും പൂശയാണെങ്കിലും ചെയ്യുകയാണെങ്കിലും എല്ലാം ഉത്തരവാദിത്തം മകനാണ്. അപ്പോൾ ഇത് അവിടെ നിന്ന് കൊണ്ടുപോയി മറ്റെവിടെങ്കിലും കൊണ്ടുപോയിട്ടാണോ ഈ ചുറ്റുകൾ ചെയ്തത്? അതല്ല, സ്വർണ്ണപ്പണിക്കാർ അവിടെ വന്ന് ചെയ്തിട്ടുണ്ടോ? സ്വർണ്ണപ്പണിക്കാർ അവിടെ വന്നതായിട്ടൊന്നും ഇതുവരെയും ദേവസ്വം ബോർഡ് വിശദീകരിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര സന്നിധിയിൽ തന്നെയാണ്, ആ തിരുമുറ്റത്ത് ക്ഷേത്ര സന്നിധിയിൽ അത് ചെയ്യുകയാണെങ്കിലും ദേവസ്വം ബോർഡിന്റെ ഈ പറയുന്ന ഹൈറാർക്കിയിൽ എവിടെയും ഒരു സ്ഥാനവും ഇല്ലാത്ത ഒരാൾക്ക് അതിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതായത് ജയശങ്കർ പത്മന്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലും ചുമതലയിലും നല്ല സ്വർണം ഉപയോഗിച്ച് യോഗ ദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം കെട്ടി പണി പൂർത്തീകരിച്ച് നൽകുന്നതിന് അനുവദിച്ച് ബോർഡ് ഉത്തരവാകുന്നു. ബോർഡാണ് ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാരാണ്, സ്പോൺസർ ആണെന്ന് പോലും ഇതിനകത്ത് എഴുതിയിട്ടില്ല. ആ സ്വർണം എവിടെ നിന്നാണ്, നല്ല സ്വർണം ഉപയോഗിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ സ്വർണം എവിടെ നിന്നാണ്, അത് എവിടെ വെച്ചിട്ടാണ് ആ ജോലി ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതാണ്. അപ്പോഴാണ് സംശയിക്കുന്നത് പന്തളം എത്രയോ കാലം മുമ്പ് പന്തളം കൊട്ടാരത്തിൽ നിന്ന് മകന് കൊടുത്ത യോഗദണ്ഡ് അതാണോ, ഇനി അതിനി പോയിട്ട് ഒറിജിനൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വന്നോ എന്നൊക്കെയുള്ള സംശയം അത് അയ്യപ്പ ഭക്തർക്ക് വലിയ ഈ പറയുന്ന തിരുവാഭരണ കമ്മീഷണർ ആദ്യം രണ്ടാമത് ഈ ക്ഷണിച്ചുകൊണ്ടുള്ള കത്തൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ പക്ഷെ കൃത്യമായി പറയുന്നുണ്ട് സ്പോൺസർ ആണ്, ഇന്നയിടത്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു അത് ചെയ്യേണ്ട മാനദണ്ഡങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഇതിൽ അതൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം ക്രമക്കേടുകളുടെ വലിയ, നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞുമലയുടെ അറ്റങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ദേവസ്വം ബോർഡ് പോലെ ഇപ്പം ഈ രണ്ടാമത്തെ കാര്യം പറഞ്ഞല്ലോ, ഈ യോഗദണ്ഡിന്റെ കാര്യം, ശരി, ഇതിപ്പോ ആന പോയി പിന്നെയാണോ ആനയുടെ തോട്ടി എന്ന് ചോദിക്കാം ഒരു പക്ഷേ അങ്ങനെയല്ല. അതിനൊക്കെ വിശ്വാസപരമായ കൃത്യമായ പ്രാധാന്യമുണ്ട്. ചെറിയ കാര്യങ്ങളിൽ പോലും ക്രമമനുസരിച്ചല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് എങ്കിൽ അതിന്റെ ആത്മവിശ്വാസം ഈ സംവിധാനത്തിന് എങ്ങനെ കിട്ടുന്നു എന്ന ചോദ്യം മാത്രം ബാക്കി നിൽക്കുകയും ചെയ്യുന്നു. തുടർ വാർത്തകൾ എന്തായാലും ഉണ്ടാകും ഇത് സംബന്ധിച്ച് എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.